കർത്താവിനെ സ്തുതിക്കുന്നു. വിവിധ ഇടങ്ങളിലായി ആരാധനയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന ഇതിനകത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ഓർത്ത് അവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് തിരിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു വന്ന വിഷയം ദൈവിക ദർശനങ്ങൾ, ദൈവിക വെളിപ്പാടുകൾ എന്നതായിരുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് ഒരു ദൈവിക ദർശനം പകർന്നാൽ ആ ദർശനം അതിൽ തന്നെ പ്രയോജനപ്പെടത്തില്ല. അത് പ്രയോജനപ്പെടേണ്ടതിന് വേണ്ടി ദൈവം നമ്മെ ഒരു ദർശനം ഏൽപ്പിക്കും. ആ ദർശനത്തിന് ഒത്തവണ്ണം നമുക്ക് ജീവിക്കുവാൻ കഴിയുമെങ്കിൽ, ആ ദർശനത്തിന് ഒത്തവണ്ണം നമ്മുടെ ജീവിതത്തെ രൂപീകരിക്കുവാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ലഭിക്കുമെങ്കിൽ, രണ്ട്, ദൈവം അതിനെ തുടർന്നൊരു കൽപ്പന അയക്കും. ആ കൽപ്പനയെ തുടർന്ന് നാം ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുമെങ്കിൽ ദൈവം ആ കൽപ്പനയ്ക്കുള്ള വാഗ്ദത്തങ്ങൾ തരും. 3 ഘടകങ്ങൾ ഒരുമിച്ച് പോയാൽ ജീവിതത്തിൽ ജയമുണ്ടാകും. അനേകർക്ക് ദൈവിക വെളിപ്പാടുകളുണ്ട്, അനേകർക്ക് ദൈവിക ദർശനങ്ങളുണ്ട്. ഞാൻ ഈ യാത്ര ചെയ്യുന്ന കൂട്ടത്തിലൊക്കെ അനേകരെ കാണുവാൻ കഴിയും. എന്നോട് ദൈവം ഇടപെട്ടു, പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. അനേക ദൂതുകൾ എനിക്കുണ്ട്, ഈ സഭയ്ക്കതുണ്ട്, ഈ പ്രസ്താവിക്കുന്ന എനിക്കതുണ്ട്. ഒരുപാട് വ്യക്തികളുടെ വാക്കിൻ്റെ ഒടുവിൽ അവരിതോടെ ചേർക്കും, പക്ഷേ ഈ ദർശനങ്ങളിലൊന്നും നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവമായി ദൈവിക ആലോചനകൾ ദൈവസഭയുമായി പങ്കുവെക്കുവാൻ ദൈവം എനിക്ക് തരുന്ന അവസരങ്ങൾ ഞാൻ ഉപയോഗിക്കുകയാണ്. അനേക വാഗ്ദത്തങ്ങൾ, ദർശനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചവർ അത് പ്രാപിപ്പാൻ കഴിയാതെ മരിച്ചത് എനിക്കറിയാം. ചില കർത്തൃദാസന്മാർ അവരുടെ മരണത്തോടടുക്കുന്ന സാഹചര്യത്തിൽ മരിക്കയില്ല, നിശ്ചയം കാര്യം, എന്നോടുള്ള വാഗ്ദത്തങ്ങളിൽ 500-600 എണ്ണം ഇനിയും നിവർത്തീകരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒടുവിൽ ഒന്നും പ്രാപിക്കാതെ ഈ ലോകത്തോട് യാത്ര പറയുന്നത് കണ്ടിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ബഥേലിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഏത് ദർശനത്തിനും എതിരാളിയുണ്ട്, ഏത് ദർശനത്തിനും എതിരെ ശത്രുത്വമുണ്ട്. ഞാനിത് പിന്നത്തേതിൽ പറഞ്ഞോളാം. ഞാനൊരു മാരക രോഗത്തിനടിമയായി. മഞ്ഞപ്പിത്തം പല പ്രാവശ്യം എനിക്ക് വന്നു. അത് വീണ്ടും ആവർത്തിച്ചു. ബഥേലിലേക്ക് വരുമ്പോൾ 1983 ഒടുവിൽ ഭാഗമായപ്പോഴത്തേക്ക് വീണ്ടും മഞ്ഞപ്പിത്തത്തിന് അധീനനായി. ദിവസങ്ങൾക്കകം ഈ ലോകത്തോട് യാത്ര പറയുമെന്നായി. അധികം ബോധം പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കിടന്നത് ഓർമ്മയുണ്ട്. തീർന്നു എന്ന് എൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും വിളിച്ചു പറഞ്ഞു. കഴിഞ്ഞു, ഇതിനപ്പുറത്തോട്ട് ഇനി ഇല്ല. കാര്യം മഞ്ഞപ്പിത്തം ആ സാഹചര്യത്തിലെത്തി. അന്ന് ഞങ്ങളുടെ ഇളയ മകൻ, ഇന്നത്തെ പാസ്റ്റർ ജോൺസൺ, പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്, നോ, ഡാഡി മരിക്കത്തില്ല. അത് പറഞ്ഞത് എനിക്കൊരു ഫെയിൻഡ് മെമ്മറിയേ ഉള്ളൂ, അത്രത്തോളം ഓർത്തിരിക്കാൻ ഒക്കത്തില്ല. പക്ഷേ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഓർമ്മയുണ്ട്, മരിക്കയില്ല. കാര്യം അനേക വാഗ്ദത്തങ്ങൾ കുന്നുകൂടി കിടക്കുക. ആ വാഗ്ദത്തങ്ങൾ നിറവേറേണ്ടത് ഇവിടെയാ. ഇതൊരു ശത്രുത്വം മാത്രമായിരിക്കും, അത് നിറവേറുകയില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്കൊരായുസ് തിരിച്ചു തന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തിക്കോസ്ത് സഭയ്ക്ക് രൂപം കൊടുക്കുവാൻ സ്വർഗം അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്നു. ചേർന്ന് നിന്നവർക്കായി സ്തോത്രം. എല്ലാവരുടെയും ജീവിതത്തിൽ വാഗ്ദത്തത്തിൻ്റെ ശത്രു ഇറങ്ങി വരും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അവർ ലോകത്തോട് യാത്ര പറയും. അങ്ങനെ യാത്ര പറഞ്ഞ പലരെ എനിക്കറിയാം. 20 പേജ് നിറച്ച് എന്നോടുള്ള വാഗ്ദത്തങ്ങൾ അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കിടക്ക വിട്ട് എഴുന്നേക്കുമെന്ന് പറഞ്ഞവർ എഴുന്നേക്കാതെ പോയത് എനിക്കറിയാം. എന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ പണം മുടക്കി. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞ് ഏറെക്കുറെ 20 ലക്ഷം രൂപയിലധികം ഞാൻ അതിനുവേണ്ടി മുടക്കി. വലിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി സ്വന്തമായി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ 10,000-2000 ആളുകൾ ജോലി ചെയ്തിരുന്ന വലിയൊരു കമ്പനി കൊണ്ടുവരുന്ന കൂട്ടത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക, ഇന്നത് സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിച്ചതിനാൽ സകലതും വിട്ടിറങ്ങി ഇന്ന് 100% പരാജയത്തിലാണ്. തുടർന്ന് എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാ, ചെലവ് കഴിയാൻ പണമില്ല എന്ന് പറഞ്ഞവരെ എനിക്കറിയാം. ഒരു ദർശനത്തിനെതിരെ ഒരു ശത്രു എഴുന്നേൽക്കുമ്പോൾ നാം അറിയേണ്ട ഒരു സത്യമുണ്ട്. ആ ദർശനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമോ? ദർശനത്തിന് തക്കവണ്ണം ജീവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആ ദർശനം നമ്മിൽ പൂർത്തീകരിക്കുകയില്ല. അതിനനുസരിച്ചൊരു ജീവിതം ഇവനുണ്ട്, ഇവൾക്കുണ്ടെന്ന് ദൈവത്തിന് ബോധ്യമായാൽ ആ ദർശനത്തിൻ്റെ പുറകിൽ ഒരു കൽപ്പന കൊടുക്കും. ഒരിക്കൽ തേജോമയനായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ആയിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത്. വീണ്ടും വരാം. എബ്രായ ലേഖനം 11-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 11-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ മുമ്പിലിരുന്ന് എന്നെ ശ്രദ്ധിക്കുന്നവരും വിവിധ മീഡിയകളിലൂടെ വിവിധ ഇടങ്ങളിൽ ശ്രദ്ധിക്കുന്നവരും പരാജയപ്പെട്ടവരെ കണ്ട് അത് നമുക്ക് സംഭവിക്കാതെ ജയിച്ചവരെ കണ്ട് അത് നമുക്ക് സംഭവിക്കേണ്ടതിനായി ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത് ദൈവത്തിങ്കിൽ നിന്ന് ഏറ്റെടുക്കുവാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കേണ്ടതിനാണ് ഞാൻ ആത്മാർത്ഥതയുടെ അടിത്തട്ടിൽ നിന്ന് ഈ ആശയങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇന്ന്
ഇന്ന് പകൽ ഇതെടുക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചതിനാൽ ആരോടോ സംസാരിക്കുന്നവൻ അറിഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്. വായിക്കാം, എബ്രായർ 8:11 മുതൽ 11 വരെ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. നിൽക്കട്ടെ, 2 വ്യക്തിത്വങ്ങളെയാണ് ഇവിടെ പ്രധാനമായി എടുക്കുന്നത്. അതിലെ പ്രധാന വ്യക്തിത്വം അബ്രഹാമാണ്. തന്നോട് ചേർന്ന് നിന്ന സാറ വാഗ്ദത്തത്തിൻ്റെ താൽക്കാലിക കൂട്ടവകാശി. തുടർന്ന് അവരിൽ നിന്ന് ജനിച്ച ഇസ്ഹാക്ക്, യാക്കോബ് വരെ അനേകരെ എടുത്തുകൊണ്ട് 2-3 വാക്യങ്ങൾ എബ്രായ ലേഖനത്തിൽ എഴുതി നിർത്തുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. തിരുവചനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയങ്ങൾ എഴുതേണ്ടതിന് കൂടുതൽ വാക്യങ്ങൾ തിരുവചനത്തിൽ എടുക്കും. അബ്രഹാമിനെ കുറിച്ച് ഒരുപാട് ഇടങ്ങളിൽ വർണ്ണിക്കുവാനുള്ള കാരണം, നെടുനീളത്തിൽ അബ്രഹാമിനെ കുറിച്ചുള്ള വിശദീകരണം കാണുവാൻ കാര്യം, ദൈവത്തിന് അതിപ്രാധാന്യമുള്ള വ്യക്തികളിൽ ഒരുവനായിരുന്നു അബ്രഹാം. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പ്രത്യേക സ്വഭാവങ്ങൾ ഒരുമിച്ച് ചേർക്കുന്ന, എല്ലാം കൂടെ ഉരുക്കി കുറുക്കിയ ഒരു അധ്യായമാക്കി എഴുതുമ്പോൾ അതിനകത്ത് എഴുതുവാൻ ഓരോ വാക്കുകൾ ദൈവം അനുവദിച്ചെങ്കിൽ അവയ്ക്കൊക്കെയും, ഓരോ പേരുകൾ ദൈവം അനുവദിച്ചെങ്കിൽ അവയ്ക്കൊക്കെയും ഗംഭീരമായ അർത്ഥമുണ്ടെന്ന് മറക്കരുത്. അബ്രഹാമിന് കൽദയ പട്ടണമായ ഊരിൽ വെച്ച് ഒരിക്കൽ ദൈവിക വെളിപ്പാടുണ്ടായി. എന്തായിരുന്നു വെളിപ്പാട്? നിന്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഒരു രാത്രിയിൽ അബ്രഹാം ഒരു ദർശനം കാണുകയാണ്. തൻ്റെ തേജോമയനായ ദൈവം വന്ന് നിൽക്കുന്നു. ഇതുവരെ താൻ കണ്ടിട്ടുള്ള ദൈവങ്ങൾക്ക് സ്വയം പ്രകാശിപ്പാൻ കഴിയുന്നതല്ല, അവയൊക്കെയും മരവും മണ്ണും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷെ തൻ്റെ സ്വയം പ്രകാശിക്കുന്ന ഒരു ദൈവം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ച അബ്രഹാം കണ്ടു. അത് തൻ്റെ മനസ്സിൻ്റെ അകത്ത് ഉടക്കിയ ഒരു ദർശനമായിരുന്നു. ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികൾ ഒരു സ്വപ്നത്തിലാകാം, ഒരു മെസ്സേജിൻ്റെ അകത്താകാം, ഒരു പാട്ടുപാടുന്നതിൻ്റെ ഉള്ളിലാകാം, ഒരുപക്ഷെ ആശരീരി ശബ്ദം കേട്ടതാകാം. മനസ്സിൽ നിന്ന് മാറിപ്പോകാത്ത, അകത്തിൻ്റെ അകത്ത് ഉടക്കി നിൽക്കുന്ന ചില അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. ദൈവിക ദർശനമാണ്. അബ്രഹാം ആ ദർശനം പ്രാപിച്ചു. ആ ദർശനത്തിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചു. ഒന്ന്, എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പാർത്തിരുന്ന ഇടത്ത് നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ ഇറങ്ങണമെങ്കിൽ എനിക്കൊരു അഡ്രസ്സ് വേണം. ഒരു അഡ്രസ്സ് കിട്ടാതെ ഒരു സ്ഥലത്തേക്ക് പോകുവാൻ ഞാൻ വരാറില്ല. മറക്കരുത്, യോഗ്യമായി താമസിച്ച, അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിമ്രോദ് എന്ന രാജാവിൻ്റെ കുടുംബവുമായി ബന്ധമുള്ള, ഇവർ തമ്മിൽ കസിൻസ് ആണ്, നിമ്രോദുമായി ബന്ധമുള്ള ഒരു അബ്രഹാം, തമ്മിൽ ബന്ധമുള്ളവരാണ് ഒരു അബ്രഹാം. കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം വിളിച്ച വിളിക്കൊത്തവണ്ണം ഇറങ്ങി വരുന്ന വരവൊന്ന് ആലോചിച്ച് നോക്ക്. എവിടേക്ക് പോകണമെന്ന് അറിഞ്ഞുകൂടാ. മുൻപിൽ യാതൊന്നും കാണുവാനില്ല. പക്ഷേ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ ഇറങ്ങി തിരിച്ചവനായ അബ്രഹാം. പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുകയാണ്. നമുക്ക് പൗലോസിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് വരാം. ഇസ്രായേലിലെ പ്രധാനികളിൽ ഒരുവനായി, തന്റെ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച അഭ്യസ്ത വിദ്യനായി, റോമ പൗരനായി ജനിച്ചവനായി, പാരമ്പര്യത്തിൽ ഉന്നതനായി, എല്ലാവരാലും പുകഴ്ത്തപ്പെട്ടവനായി, ശ്രേഷ്ഠനായി ഇരിക്കവെയാണ് ഒരു ദിവസം മധ്യാഹ്ന വെയിലിൽ നട്ടുച്ചുകൂടെ സൂര്യനെ കവിയുന്ന ഒരു പ്രകാശം തനിക്ക് ചുറ്റും മിന്നിക്കൊണ്ട്, ഞാൻ യേശു ആകുന്നു, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. പഴയടത്തൊരു രാജി കൊടുക്കാൻ നിൽക്കാതെ, ചെന്നൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൈമാറാൻ നിൽക്കാതെ, എൻ്റെ കൂടെ യാത്ര ചെയ്തവരോട് എന്ത് പറയുമെന്ന് ആലോചിക്കാതെ തൻ്റെ ഡെസ്റ്റിനേഷൻ തിരിച്ചുവിട്ടു, തൻ്റെ ഡയറക്ഷൻ തിരിച്ചുവിട്ടു. സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ. ദൈവമൊരുവനെ വിളിച്ചാൽ ആ വിളിയുടെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. അതിൻ്റെ മുമ്പിൽ ഒരു കാത്തിരിപ്പില്ല. അതിൻ്റെ മുമ്പിൽ താൻ കാലെടുത്തു വെച്ചു. അബ്രഹാം എവിടേക്ക് പോകുന്നുവെന്നറിയാതെ ഇറങ്ങി. പൗലോസ് തൻ്റെ മുമ്പിൽ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ദൈവത്തെ അനുസരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞു, നീ നേർവീഥിയിലേക്ക് പോ, ആ തെരുവിൽ ചെല്ല്, തുടർന്ന് ചെയ്യേണ്ടത് അവിടെ അറിയിക്കാം. ഇന്ന് പകൽ അരുളപ്പാട് ലഭിച്ച ശേഷം അതിനൊത്തവണ്ണം ജീവിക്കുവാൻ കഴിയാതെ പുറകോട്ട് നോക്കി നിൽക്കുന്ന വ്യക്തിത്വമേ, ഇന്ന് പകൽ യേശുവിന് പറവാനുണ്ട്. നിങ്ങളുടെ കാലം കഴിയുന്നതിന് മുന്നമേ, അവസരങ്ങൾ നഷ്ടമാകുന്നതിന് മുന്നമേ, ദൈവം നിയമിച്ച സമയം മാറുന്നതിന് മുന്നമേ, മറക്കരുത്, ദൈവം എക്കാലത്തും എല്ലാവർക്കും വേണ്ടി കാത്തു നിൽക്കുകയില്ല. തൻ്റെ വിളിയുടെ ഉള്ളിൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി സ്തോത്രം. അവർ മുൻപോട്ട് ഇറങ്ങുമെങ്കിൽ അടുത്ത പടിയിലേക്ക് ദൈവം നടത്തിക്കൊണ്ടിരിക്കും. അബ്രഹാം എവിടേക്ക് പോകുന്നുവെന്നറിയാതെ ഇറങ്ങി. തന്നോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ആവർത്തിച്ചു. നമുക്കറിയാം, ഇവിടെ ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കാലം വരെയാ പറയുന്നത്. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും
യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. നീണ്ട നീണ്ട വർഷങ്ങളുടെ ചരിത്രമാണിത്. യാക്കോബിൻ്റെ കാലം വരെ പറഞ്ഞു, ഇതിനോടകം ദൈവം അനേക പ്രാവശ്യം ഇറങ്ങി പറഞ്ഞു, ഞാൻ നിനക്ക് ഈ ദേശം തരാൻ പോകുകയാണ്, ഞാൻ നിനക്ക് ഈ ഭൂമി മുഴുവൻ തരാൻ ഈ ഏരിയ മുഴുവൻ തരാൻ പോകുകയാണ്, ഞാൻ നിന്റെ മക്കളെ വളർത്താൻ പോകുകയാണ്, രാജാക്കന്മാർ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും, നീ ജാതികൾക്ക് പിതാവാകും. ഇതെല്ലാം വാഗ്ദത്തം കേൾക്കുമ്പോൾ ഞാനായിരുന്നെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും കാറ് വാങ്ങിക്കും. എൻ്റെ ചിന്ത അതായിരുന്നു. എങ്ങനെ നല്ല വീട് പണിയും? ഏറ്റവും നല്ല വീടിൻ്റെ മാതൃക എന്താണ്? അനേക രാജാക്കന്മാർ എൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റാൽ അതുപോലുള്ള അതിഥികൾ വരുമ്പോൾ അവരെ കയറ്റി പാർപ്പിക്കേണ്ടതിന് എന്ത് വേണം? എൻ്റെ നോട്ടം ഇങ്ങോട്ട് തിരിഞ്ഞേനെ. പക്ഷെ അബ്രഹാമിൻ്റെ നോട്ടം ദൈവം ശില്പിയായി നിർമ്മിച്ചതും. ഹല്ലേലൂയ. ഭൗതിക വാഗ്ദത്തങ്ങൾ ഒരറ്റത്ത് കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ ഇവന്റെ ജീവിതം അതിനു വേണ്ടിയല്ല, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഭവനത്തെ നോക്കിക്കൊണ്ട് അബ്രഹാം പാർക്കുകയാണ്. ആരൊക്കെയാ കൂട്ടു സഹോദരങ്ങൾ അബ്രഹാം പാർത്തത്? ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർക്കുകയാണ്. തനിക്ക് കമ്പനി കൂടുവാൻ വലിയവരെ അന്വേഷിച്ചില്ല. തൻ്റെ ജീവിതം മാറിയിട്ടും ഉന്നതന്മാരെ തേടിയില്ല. വാഗ്ദത്തത്തിന് കൂട്ടവകാശി ആര്? അവരോടുകൂടെ പാർക്കുവാൻ വാഗ്ദത്തത്തിന് വേണ്ടി ജീവിച്ചു. ഇന്ന് വാഗ്ദത്തത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്കായി സ്തോത്രം. ദർശനത്തിന് വേണ്ടി ജീവിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്കായി സ്തോത്രം. ദർശനത്തിന് വേണ്ടി ഇറങ്ങുന്നവൻ ആ ദർശനത്തിൽ ഒത്തവണ്ണം ജീവിക്കുമെങ്കിൽ രണ്ടാം പടി ദൈവം ചെയ്യുന്നത് ഒരു വാഗ്ദത്തം തരികയാ. സത്യത്തിൽ അബ്രഹാമിൻ്റെ വാഗ്ദത്തം ദൈവം ഉറപ്പിക്കുന്നത് ഉൽപ്പത്തി 15 അബ്രഹാം ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇതെന്തോന്നിനാൽ അറിയും? ഉറപ്പിക്കാം അബ്രഹാമേ, ഞാൻ ഉറപ്പിച്ചു തരാം. നീ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളക്കിടാവിനെ കൊണ്ടുവാ, മൃഗങ്ങളെ കൊണ്ടുവാ, പക്ഷികളെ കൊണ്ടുവാ, ഞാൻ നിന്നോടൊന്ന് ഉടമ്പടി ചെയ്യാം, ഞാൻ കാര്യങ്ങൾ ഉറപ്പിക്കാം. 14-ാമത്തെ അധ്യായം വരെ ജീവിച്ച അബ്രഹാമേ, 14-ാമത്തെ അധ്യായം വരെ തെളിയിച്ച അബ്രഹാമേ, അങ്ങയ്ക്ക് നിരാശ വന്നാൽ പരിഹരിക്കേണ്ടത് വിളിച്ചവന്റെ കടമയാ, വാഗ്ദത്തം തന്നവന്റെ കടമയാ. അതുകൊണ്ട് ഞാനിത് ചെയ്യാൻ പോകുകയാ. കൊണ്ടുവാ, നീ മൃഗങ്ങളുമായി വാ. അനേക പ്രാവശ്യം ആവർത്തിച്ചത് കൊണ്ട് ഓർപ്പിച്ചു പോകട്ടെ. അക്കാലത്തെ ഉടമ്പടികളിലെ ഏറ്റവും വലിയത് അർമേനിയൻ ഉടമ്പടിയാ. അർമേനിയൻ ഉടമ്പടിയിൽ ഒറ്റ സംഖ്യയിൽ അവസാനിക്കുന്ന മൃഗങ്ങളെയോ പക്ഷികളെയോ കൊണ്ടുവന്ന് അവയെ 2 കഷണങ്ങളായി പിളർക്കും. അവയിൽ നിന്ന് ക്ലീൻ ചെയ്യേണ്ടത് മുഴുവനും ക്ലീൻ ചെയ്യും. അവയിൽ നിന്ന് അശുദ്ധി മുഴുവനും എടുത്തു മാറ്റും. മാറ്റിയ ശേഷം ഇടത്തും വലത്തുമായി അതിൻ്റെ കണ്ണങ്ങൾ വെച്ച ശേഷം വാഗ്ദത്തം കൊടുക്കുന്ന വലിയവൻ മുൻപിലും വാഗ്ദത്തം ഏറ്റുവാങ്ങുന്ന ചെറിയവൻ പിൻപിലുമായി ഈ കഷണങ്ങളുടെ നടുവേ കൂടെ യാത്ര ചെയ്യും. ഈ കഷണങ്ങളുടെ നടുവിലൂടെ നടക്കുമ്പോൾ വാഗ്ദത്തം കൊടുക്കുന്ന വലിയവൻ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് പറയും. വാഗ്ദത്തം ഏറ്റുവാങ്ങുന്ന പുറകെ പോകുന്ന ചെറിയവൻ ഞാൻ ഇതിനനുസരിച്ച് ജീവിച്ചോളാമെന്ന് സത്യം ചെയ്യും. ഇവർ 2 പേരും കൂടെ ഒരുമിച്ച് നടക്കും. ഇതാണ് വാഗ്ദത്തം ഉറപ്പിക്കുന്ന ഏറ്റവും വലിയ അന്നത്തെ ഉടമ്പടി. അബ്രഹാമിന് വാഗ്ദത്തം അന്ന് ഉറപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ഉറയ്ക്കപ്പെടാത്ത വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കട്ടെ. അബ്രഹാം ഇതിന് മുന്നമേ ഇത് കേട്ടതല്ലയോ? ആന്നു. പക്ഷെ ഉറപ്പ് ലഭിക്കുന്നത് ഇപ്പോഴാ. എന്തുകൊണ്ട്? ഇതുവരെയുള്ള ജീവിതം യഹോവ ശ്രദ്ധിച്ചു. അങ്ങനെ അബ്രഹാം മൃഗങ്ങളെ കൊണ്ടുവന്നു, പക്ഷികളെ കൊണ്ടുവന്നു. ആ ഭാഗത്തുനിന്ന് മാറട്ടെ. അബ്രഹാമിനൊരു ഗാഠനിദ്ര വന്നു. അബ്രഹാം മാറിയിരുന്നു. ഗാഠനിദ്രയിൽ ഉറങ്ങുമ്പോൾ, ആത്മവിവശതയിലിരിക്കുമ്പോൾ, ആ പദങ്ങളുടെ ആഴത്തിൽ ഞാൻ ഇറങ്ങുന്നില്ല. അബ്രഹാം ഒരു ദർശനം കാണുകയാണ്. തൻ്റെ പുകയുന്ന ഒരു തീക്കുണ്ടം കണ്ണങ്ങളുടെ നടുവിൽ വന്ന് നിൽക്കുന്നു. അത് പിതാവായ ദൈവത്തെ ചിത്രീകരിക്കുന്നതാണ്. അതിൻ്റെ പുറകിൽ ജ്വലിക്കുന്ന ഒരു പന്തം വന്ന് നിൽക്കുന്നു. അബ്രഹാം മാറിക്കിടന്ന് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ ഇരുന്നുറങ്ങുകയാണ്. താൻ ആത്മവിവശതയിലാണ്, ഗാഠനിദ്രയിൽ. എന്നാൽ തന്റെ കണ്ണങ്ങളുടെ നടുവിൽ, താൻ ഒരുക്കി വെച്ച വസ്തുക്കളുടെ നടുവിൽ, താൻ കൊണ്ടുവന്ന ആരാധന വസ്തുക്കളുടെ മുമ്പിൽ, തൻ്റെ ഉടമ്പടികളുടെ മുമ്പിൽ, തൻ്റെ മെറ്റീരിയലിന്റെ മുമ്പിൽ തൻ്റെ 2 വ്യക്തിത്വങ്ങൾ നിൽക്കുന്നു. ഒന്ന് പുകയുന്ന ഒരു തീക്കുണ്ടം, അത് പിതാവായ ദൈവത്തെ ചിത്രീകരിക്കുന്നു. ആ വലിയവൻ, തന്നേക്കാൾ വലിയ മറ്റൊരുത്തനില്ലാതെ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നവൻ. നമ്മളിപ്പലരും സത്യം ചെയ്യുമ്പോൾ ചെയ്താൽ, ഞാൻ ചെയ്യാറില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ അമ്മയെ കൊണ്ട് സത്യം ചെയ്യുന്നവരുണ്ട്, എൻ്റെ അപ്പനെ കൊണ്ട് സത്യം ചെയ്യുന്നവരുണ്ട്. അമ്മമാർ ഏറ്റവും സ്നേഹിക്കുന്ന കുഞ്ഞിനെ എടുത്ത് ഈ കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നവരുണ്ട്. പലതും ആണയിട്ട് സത്യം ചെയ്യുന്നവരുണ്ട്. ബൈബിളാണ് സത്യം ചെയ്യുന്നവരുണ്ട്. ദേവാലയമാണ് സത്യം ചെയ്യുന്നവരുണ്ട്. ദൈവത്തിന് തന്നേക്കാൾ വലിയ മറ്റൊരുത്തനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാത്തതിനാൽ തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തുകൊണ്ട് തൻ്റെ പുകയുന്ന തീക്കുണ്ടം കണ്ണങ്ങളുടെ നടുവിലൂടെ നടക്കുകയാണ്. ആ തീക്കുണ്ടം ഇതിൻ്റെ നടുവിലൂടെ നടന്നുകൊണ്ട് പറഞ്ഞു, ഫ്രാത്ത് മുതൽ മഹാനദി വരെ ഞാൻ അബ്രഹാമിന് നൽകിയിരിക്കുന്നു, അവനും അവൻ്റെ സന്തതിക്കുമായി ഞാൻ ഇത് കൊടുത്തിരിക്കുന്നു. അബ്രഹാമിന് ഇത് ഉറച്ചു കിട്ടുകയാണ്. നിയമം ഉറച്ചു കിട്ടിയിട്ടും
പുറകെ നടക്കുന്നത് യേശുവിനെ ചിത്രീകരിക്കുന്ന തന്റെ ജ്വലിക്കുന്ന പന്തമാ. ഞാൻ അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. ഈ ഉറപ്പ് ലഭിച്ച ശേഷവും അബ്രഹാമിന്റെ നോട്ടം ദൈവം ശില്പിയായി നിർമ്മിച്ചതാണ്. ദൈവം ഭൗതികമായി അനുഗ്രഹിക്കുമ്പോൾ, ഭൗതിക നന്മകൾ പറയുമ്പോൾ, സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിട്ടേച്ച്, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിട്ടേച്ച് താഴ്വരയിലുള്ളത് ചിന്തിക്കുന്നവനെ കഴിഞ്ഞു. അതല്ലേ ലോത്തിന് പറ്റിയത്. ലോത്ത് കണ്ണുയർത്തി കൊള്ളാവുന്ന ഇടങ്ങൾ താഴ്വരയിൽ തിരഞ്ഞെടുത്തു. ആ പട്ടണങ്ങൾക്ക് തീ വീണ് നശിക്കുമാറ് സോദോമും ഗോമോറയും നശിച്ചു പോയി. പക്ഷേ അബ്രഹാമിന് പറ്റിയ അനുഗ്രഹം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അവാഗ്ദത്തമുള്ളതുമായ ആ ഉയരത്തിലുള്ള നഗരത്തിന് വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിൽ ദൈവം സാറയെ സന്ദർശിച്ചു. എനിക്കോ നിങ്ങൾക്കോ ഒറ്റപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ ഒക്കത്തില്ല. ദൈവിക വാഗ്ദത്തത്തിന് കൂട്ടവകാശികളുണ്ട്. സാറ ഒരു താൽക്കാലിക കൂട്ടവകാശിയായിരുന്നു. സാറയിൽ നിന്ന് ഒരു ഇസഹാക്ക് ജനിക്കേണ്ടിയിരുന്നു. അതിനുവേണ്ടി ദൈവം സാറയ്ക്ക് വഴിയൊരുക്കി. വർഗീസിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ ഒക്കാത്തതിനാൽ ഒരു സഭയെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. നിങ്ങൾ ചിലരെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ ഒക്കാത്തതിനാൽ ഒരു ഗ്രൂപ്പിനെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി. നിങ്ങളിൽ ചിലരെ കൊണ്ടൊരു കാര്യം ഒക്കാത്തതിനാൽ ചില കുടുംബങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി. സാറയും വാക്ക് പറഞ്ഞവനെ വിശ്വസ്തനെന്ന് എണ്ണി. എൻ്റെ കൂടെ ലഭിക്കുന്ന കൂട്ടാളികൾ, എൻ്റെ കൂടെ ലഭിക്കുന്ന കൂട്ടാളി ദൈവത്തിൻ്റെ വിശ്വസ്തതയെ എന്നെപ്പോലെ തിരിച്ചറിയുന്നവരാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയും കൂട്ടുകെട്ടും ദൈവത്തെ അറിയുന്നവരോട് കൂടെയാകണം. അനേകരോട് വിശുദ്ധിയെക്കുറിച്ചും ദൈവിക വേർപാടിനെ കുറിച്ചും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർക്ക് അത് ഇഷ്ടമല്ല, എൻ്റെ കൂട്ടുകാർ എന്നെ പരിഹസിക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു കുഞ്ഞെ, റോങ് കൂട്ടുകെട്ടിൽ ചെന്നകപ്പെട്ടാൽ വാഗ്ദത്തത്തെ പഴി പറഞ്ഞിട്ട് അർത്ഥമില്ല. അംഗീകരിക്കുന്ന കൂട്ടുകെട്ട് എനിക്കുണ്ടാകണം, അംഗീകരിക്കുന്ന കൂട്ടരെനിക്കുണ്ടാകണം. അതും അല്ലാത്തതുമായി വേർപെടുവാൻ. ഹല്ലേലൂയ. വാഗ്ദത്തത്തിന് തക്ക ഒരു ജീവിതം, ദർശനത്തിന് തക്ക ഒരു ജീവിതം ദൈവം അബ്രഹാമിൽ കണ്ടതോടെ വാഗ്ദത്തം ഉറപ്പിച്ചു. വാഗ്ദത്തം ഉറപ്പിച്ചത് മാത്രമല്ല, തനിക്ക് കൽപ്പന കൊടുത്തു. 3 ഘടകങ്ങൾ ഒരുമിച്ച് കൂടുകയാണ്. വാഗ്ദത്തം, ദർശനം, കൽപ്പന. ഇത് 3 കൂടെ ഒരുമിച്ച് കൂടി അബ്രഹാം ഇത് തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവിക പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ദർപ്പണങ്ങൾ എന്നത് വേണം ഒരാത്മീയൻ്റെ ഹൃദയം രൂപീകരിക്കപ്പെടണം. ദർശനം ദൈവത്തിൻ്റെ വകയാ. അതെൻ്റെ ഹൃദയത്തിൽ തട്ടി പ്രതിബിംബിക്കുക ചെയ്യുന്നത്. ദർശനം ദൈവികമാണ്. അത് എൻ്റെ ജീവിതത്തിലൂടെ വെളിയിൽ വരികയാ ചെയ്യുന്നത്. പക്ഷേ ആ ദർശനത്തിന് മൂടിയിടുവാൻ, എൻ്റെ ദർപ്പണത്തെ മറച്ചു വയ്ക്കുവാൻ ലോകമോഹങ്ങൾ, ജഡമോഹങ്ങൾ മുതലായ ശത്രുവിൻ്റെ അനേക ആയുധങ്ങൾ അവൻ ഉപയോഗിക്കും. ദർശനത്തിനൊരു എതിരാളിയുണ്ട്. ആ എതിരാളി എന്നിൽ നിന്ന് ദർശനം പുറത്തു വരാതെ വണ്ണം അതിനെ മക്കിക്കളയുവാൻ, അതിനെ ഇല്ലാതെയാക്കുവാൻ, അത് മങ്ങിപ്പോകത്തക്കവണ്ണമാകുവാൻ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു കാര്യമുണ്ട്, ഞാൻ ദർശനത്തിന് യോഗ്യമായി ജീവിക്കും. കൂട്ടാളികളെ വരെ തമ്പുരാൻ കൊടുത്തു. ജഡ്ജസിലേക്ക് വരുമ്പോൾ വായിക്കുന്നില്ല. ജഡ്ജസിലേക്ക് വരുമ്പോൾ 6:11 ഗിദെയോൻ ദർശനത്തിന് വേണ്ടി ജീവിച്ചു. ഗിദെയോൻ എന്ന വ്യക്തിത്വം അബ്രഹാം മാത്രമല്ല, പുതിയ നിയമത്തിലെ ശൗൽ മാത്രമല്ല, പഴയ നിയമത്തിലെ ഗിദെയോൻ അവൻ ദർശനത്തിന് വേണ്ടി ജീവിച്ചു. ഞാൻ മുമ്പേ പറഞ്ഞു, പൗലോസ്, ശൗലിന്റെ ജീവിതം. പുതിയ നിയമത്തിലെ ശൗൽ അഥവാ പൗലോസ് തന്റെ ദർശനത്തിന് വേണ്ടി ജീവിച്ചു. രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല രാജാവേ. കമ്പനി മാറിയതുകൊണ്ട്, വലിയവരെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് എൻ്റെ പ്രമാണം മാറുകയില്ല. അറിവുള്ളവർ കൂട്ടം നിന്ന് പറഞ്ഞാൽ എൻ്റെ ദർശനത്തിന് അനുസരണക്കേടില്ല. എൻ്റെ ജീവിതം ദർശനത്തിന് വേണ്ടിയായിരിക്കും. ഇന്ന് പകൽ നമ്മുടെ മേലുള്ള ദർശനങ്ങൾ നിറവേറേണ്ടതിന് ഞാൻ അതിനു വേണ്ടി ജീവിക്കുമെന്ന് പറയുവാൻ എത്ര പേരുണ്ട്? നമുക്ക് ചേർന്നൊരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. എൻ്റെ ദർശനത്തിന് വേണ്ടി ഞാൻ ജീവിക്കും. അതിൽ നിന്ന് വഴിതെറ്റിക്കുന്ന 10,000 ശക്തികൾ എഴുന്നേക്കാം. ദർശനത്തിന് ശത്രുത്വമുണ്ട്, മറക്കരുത്. പുതിയ നിയമത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാടനം ശത്രുക്കളെ കാണാം. ഞാൻ നോക്കട്ടെ, എന്നെങ്കിലും ഒരു ദിവസം ഇന്നൊത്താൽ ഇന്ന് തൊടാൻ ഞാൻ ശ്രമിക്കും. തൻ്റെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോൻ ദർശനത്തിന് വേണ്ടി ജീവിച്ചു. താന് കോതമ്പ് മിദ്യാന്റെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന് അരികെ വെച്ച് കോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ആ ദർശനത്തെ തുടർന്ന് അവനോട് പറഞ്ഞു, ഈ ബലത്തോടെ പോ, നീ മിദ്യാനെ തോൽപ്പിക്കും. ഒരു വാഗ്ദത്തം കൊടുത്തു. ദർശനവും വാഗ്ദത്തവും ലഭിച്ചതോടെ തന്നെ ദർശനം കൺഫേം ചെയ്യാൻ വേണ്ടി ഇത് ദൈവത്തിൻ്റെതാണോ എന്നറിയാൻ വേണ്ടി ശ്രമിച്ചു. ആണെന്ന് ഉറപ്പ് വരുത്തിയതോടെ അവൻ അതിനു വേണ്ടി ജീവിതം തുടങ്ങി. അടുത്ത ദിവസം ദൈവം അവനോട് പറഞ്ഞു, നിന്റെ അപ്പൻ്റെ കാളയായ
3 വയസ്സുള്ള കാളയെ നീ വെട്ടിക്കൊല്ലണം. നിന്റെ അപ്പൻ സേവിച്ചു വരുന്ന ആ വിഗ്രഹത്തെ വെട്ടിക്കീറി അതിൻ്റെ വിറക് കൊണ്ട് ഈ കാളയെ യഹോവയ്ക്കൊരു യാഗം കഴിക്കാം. സകല തത്വങ്ങളും മുറിച്ചുകൊണ്ട്, ഇന്ന് വരെയുള്ള കുടുംബ പാരമ്പര്യങ്ങൾ ഉടച്ചുകൊണ്ട്, ദേശത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, ഞാൻ പറയുന്നത് അനുസരിക്ക് അവൻ്റെ ജീവിതം അതിനു വേണ്ടി മാറി. അവനറിയാം പ്രത്യാഘാതങ്ങൾ പലതാകാം. വീടിനകത്ത് നിന്ന് പ്രശ്നമുണ്ടാകാം, അപ്പൻ്റെ കയ്യിൽ നിന്ന് എതിരുണ്ടാകാം, ഉണ്ടായെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടാകാം. രാജ്യത്ത് നിന്ന് എതിരുണ്ടാകാം. ഏതിനു വേണ്ടി ഞാൻ ചെവി കൊടുക്കണം? ദൈവത്തിന് ചെവി കൊടുക്കണമോ? എൻ്റെ ജീവിതം ഏതിനു വേണ്ടിയായിരിക്കും? ജീവിതം തെളിയിക്കപ്പെട്ട ദർശനത്തിന് വേണ്ടിയായിരിക്കും. അവൻ ദൈവം അരുളി ചെയ്തതുപോലെ തെളിയിക്കപ്പെട്ട ദർശനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. യഹോവ അവനെ ശക്തീകരിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ ചിലതിനെ കൂടെ എൻ്റെ ദൈവം ശക്തീകരിക്കട്ടെ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 7-ാം അധ്യായം നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഇവിടെ ഒന്ന് വായിച്ചേച്ച് ഞാൻ ഇനി മടങ്ങി വരും. മർക്കോസ് 3:13. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. ഒരു വാക്യം കൂടെ വായിച്ചാൽ. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. യേശുവിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകത, പഴയ നിയമത്ത് കുറച്ചുപേരെ വിളിച്ചേച്ച് പുതിയ നിയമത്തിൽ ഇത് ഒഴിവാക്കുകയല്ല. പഴയ നിയമത്തിലെ ദൈവം തന്നെയാ പുതിയ നിയമത്തിലെ ദൈവം. അന്ന് ഉപയോഗിച്ച പലതും ഭൗതികമായ കാര്യങ്ങൾക്കായിരുന്നെങ്കിൽ ഇന്ന് ഉപയോഗിക്കുന്ന പലതും ആത്മീകമായ കാര്യങ്ങൾക്കാ. നമുക്ക് മനസ്സിലാകേണ്ടതിന് പഴയ നിയമത്തിന്റെ തെളിവുകൾ എടുത്തിട്ടു. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പഴയ നിയമത്തിലുള്ള ഭക്തന്മാരെയും വിശ്വാസവീരന്മാരെയും വിശദീകരിച്ച ശേഷം 12-ാമത്തെ അധ്യായം തുടങ്ങി ആകയാൽ നാമും, പഴയ നിയമ സാക്ഷികളെ വിശദീകരിച്ച ശേഷം ആകയാൽ നാമും, സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അവരെ മറന്നു കളയുവാനല്ല, പക്ഷേ അവരെ നോക്കാതെ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവാൻ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആണ് ഇവിടെ കാണുന്നത്. പഴയ നിയമത്തിൽ കൊണ്ടുവന്ന ഭക്തന്മാരുടെ ചരിത്രം നമ്മെ ഉത്തേജിപ്പിക്കുന്നതാണ്. എന്തിനാണത് എഴുതി വച്ചിരിക്കുന്നത്? നാം ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ജീവിക്കുവാൻ, അവരുടെ ചരിത്രങ്ങളെ നമുക്ക് മാതൃകകളാക്കുവാൻ. നാം ഇവിടെ തിരുവചനത്തിൽ രേഖകൾ കാണാം. നാം ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മുൻപോട്ടോടാൻ തുടങ്ങുകയാണ്. പുതിയ നിയമത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു. ഒരു 12 പേരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവരെ വിളിച്ചു, അവരെ നിയമിച്ചു. എൻ്റെ ദൈവം ഒരു ദർശനം കൊടുത്താൽ ഒരു കൽപ്പനയുണ്ട്, ഒരു നിയമനമുണ്ട്. എന്തായിരുന്ന നിയമനം എന്തിനൊക്കെ വേണ്ടിയായിരുന്നു? ഒന്ന്, തനിക്ക് ബോധിച്ചവരെ തൻ്റെ അരികിൽ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്. ആരെയാണ് എൻ്റെ കർത്താവ് വിളിക്കുന്നത്? തനിക്ക് ബോധിച്ചവരെ. ഇന്ന് പകൽ തനിക്ക് ബോധിച്ചവരെ എന്ന് പറയുമ്പോൾ തൻ കൈക്കൂലി വാങ്ങിക്കുന്നവനല്ല, മറക്കരുത്. തൻ പ്രശംസ ആഗ്രഹിക്കുന്നവനല്ല, മറക്കരുത്. തന്നെ പുകഴ്ത്തി പാടിയവരെന്നല്ല, മറക്കരുത്. അങ്ങനെയുള്ളവരെ പലപ്പോഴും ഒന്നിനും കൊള്ളുകയില്ല. പകരം യേശു തിരഞ്ഞെടുക്കുമെങ്കിൽ മുഖപക്ഷമില്ലെങ്കിലും തൻ്റെ പ്രത്യേകത, അവരിലുള്ള സ്വഭാവവും ഗുണങ്ങളും അറിയാവുന്നവനാണ്. വീക്ക്നെസ് അറിയാം, നന്മകൾ അറിയാം, കുറവുകൾ അറിയാം, ഉയർച്ചകൾ അറിയാം, താഴ്ചകൾ അറിയാം. ഇന്ന് പകൽക്കാലം അറിയാവുന്ന ദൈവം വിളിച്ചവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന് മറക്കരുത്. ജനലക്ഷങ്ങൾ വെളിയിലൂടെ നടക്കുമ്പോൾ ദൈവം മുമ്പിൽ വന്ന് ഇരിക്കുവാൻ കൃപ ലഭിച്ചവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. മാധ്യമങ്ങൾ അനേകർ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. തനിക്ക് ബോധിച്ചവരെ അരികെ വിളിച്ചു. ഈ പകലും ചില ദൈവിക വിളികൾ ഉയരുകയാ. ഈ പകൽ ഈ മെസ്സേജിലൂടെ ചില ദൈവിക വിളികൾ ഉയരുകയാ. ദൈവത്തിന് ബോധിച്ച ചിലരുണ്ട്. ഗിദെയോനെ ദൈവത്തിന് ബോധിച്ചവനാണ്. ഗിദെയോന്റെ പുറകെ ദൈവദൂതൻ നടക്കയാ. പരാക്രമശാലിയെ വാ എന്ന് പറയുവാൻ ദൈവദൂതൻ നടക്കയാ. പൗലോസിനെ ദൈവത്തിന് ബോധിച്ചവനാ. തട്ടിച്ചു വിട വെയിലിൽ അവന്റെ പുറകെ നടക്കുകയാ. അനന്യാസിന് ദൈവത്തിന് ബോധിച്ചവനാ. ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലേ, നിങ്ങളിൽ ചിലരെ ദൈവത്തിന് ബോധിച്ചവരെ അരികെ വിളിച്ചു. അകലെ നിൽക്കുമ്പം പകരുന്ന ദൂതല്ലിത്, കൺവെൻഷനിൽ കേട്ട ദൂതല്ലിത്. അടുത്തു കൊണ്ടുവന്ന് പറയുവാൻ, തന്റെ കാൽക്കൽ വന്നിരിക്കുവാൻ, ഹല്ലേലൂയ, അരികിലേക്ക് വിളിക്കപ്പെടുന്ന ചിലർക്കായി ഒന്ന് അടുത്തു വരുവാൻ, ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ വരുവാൻ എനിക്ക് ബോധിച്ചവരെ അരികെ വിളിച്ചു. അവരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയമിച്ചു. എന്തിനൊക്കെ? ഒന്ന്, തന്നോടുകൂടെ ഇരിപ്പാൻ. ലോകത്തിൽ അലഞ്ഞു നടക്കുന്ന പലതിനും, മറ്റു പലരോടുകൂടെ ഇരിക്കുന്ന പലതിനും, മറ്റുള്ളവർ കാണിക്കുന്നതും മറ്റുള്ളവർ ചെയ്തതും കണ്ടുപഠിച്ച പലതിനും ദൈവികമായത് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ മറ്റുള്ളതിനെ വിട്ടേച്ച് തന്നോടുകൂടെ ഇരിക്കുവാൻ
വിളിക്കപ്പെട്ടവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും പല വേദപുസ്തക സംശയങ്ങൾ പറയുമ്പോൾ മറുപടി കൊടുക്കുന്ന വിധങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്ന ഗ്രൂപ്പുകൾ അങ്ങനെ പറയുന്നു, വേറെ ഈ ഗ്രൂപ്പുകൾ ഇത് പറയുന്നു, പിന്നെ 16-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ചെയ്തിരുന്നു, 20-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ വന്നിരുന്നു. ഞാനും ഇത് പറയാറുണ്ട്. പക്ഷെ യേശുവിന് പറയാനുള്ളത് ഇതൊക്കെ കളഞ്ഞേച്ച് വാ കുഞ്ഞെ എൻ്റെ അടുക്കൽ വന്നിരിക്കേ. വേറെ ചിലർ പറയും എന്നേക്കാൾ ശക്തനായി ഇന്നാര് അങ്ങനെ വസ്ത്രധാരണമായിരുന്നു, ഇന്ന വ്യക്തി ഇങ്ങനെയായിരുന്നു. യേശു പറഞ്ഞു എനിക്ക് കേൾക്കണ്ട, എൻ്റെ അരികിലേക്കൊന്നു വാ. തനിക്ക് ബോധിച്ചവരെ അരികിൽ വിളിച്ചു. തനിക്ക് ബോധിക്കാഞ്ഞ ചിലർ ഇന്നും അലഞ്ഞു നടക്കുമ്പോൾ അരികിലേക്ക് വിളിക്കപ്പെടുവാൻ കൃപ ലഭിച്ചവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അലഞ്ഞും തിരിഞ്ഞും അവിടെ ഇവിടെ കണ്ടതുമായി അനേകർ നടക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ വിളി അതല്ല, തന്നോടുകൂടെ ഇരിക്കുവാൻ. ഇന്ന് തന്നോടുകൂടെ ഇരുന്നാലത്തെ പ്രത്യേകത, ഇനി ഒരിക്കൽ തൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ എന്നേക്കും തന്നോടുകൂടെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അബ്രഹാമേ, അങ്ങെന്താ നോക്കുന്നത്? ആ ദിവസത്തെയാണ് ഞാൻ നോക്കുന്നത്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ആ ഭവനമാണ് എൻ്റെ ചിന്താ വിഷയം. ഈ ഭൂമിയിൽ ചെയ്യേണ്ടതെല്ലാം തനിക്കുണ്ട്. തൻ്റെ സ്വന്തം വീട്ടിൽ ജനിച്ചു വളർന്ന 318 വീരന്മാരുണ്ട്. ആവശ്യം വന്നാൽ യുദ്ധം ചെയ്യാൻ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. സമ്പത്ത് സമൃദ്ധി കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതമുണ്ട്. പക്ഷെ എൻ്റെ അന്തിമ ലക്ഷ്യം ഇതല്ല. എൻ്റെ അന്തിമ ലക്ഷ്യം എൻ്റെ യേശുവിൻ്റെ നാടാണ്. അതാണ് തൻ്റെ ചിന്ത. ഇത് ഒരുമിച്ച് അവൻ കൊണ്ടുപോയി. തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും, 2 പ്രസംഗിപ്പാൻ അയക്കേണ്ടതിന്. യേശുവിനൊരു ഗ്രാമത്തിൽ ചെല്ലണമെങ്കിൽ തനിക്ക് മുൻപായി തൻ്റെ ശിഷ്യന്മാരെ അയക്കുമായിരുന്നു. ഇന്ന് എന്നെ ബാംഗ്ലൂരിലേക്ക് അയച്ചത് യേശുവിനോട് വരേണ്ടതിനാ. ഞാൻ ഈ എന്നെ എന്ന് പറയുമ്പോൾ MA വർഗീസൻ എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തർ അവരവരുടേതായി പറയുമോ. യേശുവിന് ബാംഗ്ലൂരിലെത്തുവാൻ ആശയുണ്ടായിരുന്നതിനാൽ അതിനു മുന്നമേ എന്നെ ഇവിടേക്ക് അയച്ചു. എന്നെ അയച്ചെങ്കിൽ എൻ്റെ പുറകെ അയച്ചവനുണ്ട്, എൻ്റെ പുറകിൽ ഒരുവനുണ്ട്. ഞാനൊരു ശബ്ദമാണെന്ന് ആ യോഹന്നാൻ പറഞ്ഞതുപോലെ ഇന്ന് പകരം പറയുവാൻ നമ്മെ ചിലർക്ക് കഴിയട്ടെ. ഇവിടുന്ന് കർത്താവ് പലയിടങ്ങളിലേക്ക് അയക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മെ അയക്കുന്നത്? തന്നോടുകൂടെ ഇരിക്കുവാൻ, പ്രസംഗിപ്പാൻ അയക്കുവാൻ. നമ്മെ അയച്ചിരിക്കുന്നത് യേശുവിനെ കുറിച്ച് പറയുവാനാ. ഹല്ലേലൂയ. പണമുണ്ടാക്കാൻ പോകുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. ഒരു നല്ല ജീവിതത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, അവർക്കായി സ്തോത്രം. ഒരു ആത്മീയന് പറയാം, എന്നെ ഇവിടെ അയച്ചത് പണം ഞാൻ ഉണ്ടാക്കുന്നത് വേറെ കാര്യം, ചൊവ്വ ഞാൻ ജീവിക്കുന്നത് വേറെ കാര്യം. പക്ഷെ എന്നെ ഇവിടെ അയച്ചത് അതിനപ്പുറത്തൊരു ഗോളുണ്ട്. അതൊന്ന് നിർവഹിക്കുവാനാ. എനിക്കൊരു പ്രമോഷൻ തരുന്നത് അടുത്ത ഗോളിലേക്ക് എന്നെ കയറ്റാനാ. എൻ്റെ ബെറ്റർ അപ്പോയിന്റ്മെന്റ് എനിക്ക് തരുന്നത്, എനിക്കൊരു കറക്റ്റ് പ്ലേസ്മെന്റ് തരുന്നത് എന്നെ അയച്ചവരെ കുറിച്ച് അറിയിപ്പാനാ. തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും. ആ ക്രിസ്തീയ തത്വം അടുത്തതായിട്ടൊന്ന് ചിന്തിച്ചോണേ. അടുത്തത് എന്ത് വന്നു? ഭൂതങ്ങളെ പുറത്താക്കുവാൻ. ഭൂതങ്ങളില്ലെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ യേശുവിന് അറിവുകേട് പറ്റിയോ? യവന്മാർക്ക് അറിവുകേട് പറ്റിയോ? തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും. യേശുവിനാണോ അറിവുകേട് പറ്റിയത്? ഈ പറയുന്നവർക്കാണോ? ഞാൻ യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കുന്നതിനാൽ യേശു പറഞ്ഞത് കറക്റ്റാ. ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന്, ഭൂതങ്ങളുമായി സഹകരിച്ചു പോകാനല്ല, ഒത്തുതീർപ്പിൽ പോകാനല്ല, ഇത് നിങ്ങളെ പുറത്താക്കേണ്ടതിന്. ഇന്ന് പകൽക്കാലം വെളിച്ചമുള്ള ഇരുടത്ത് നിന്ന് ഇരുൾ തന്നെ മാറുന്നത് പോലെ, ഇന്ന് പകൽ പ്രകാശം വരുമ്പോൾ ഇരുൾ തന്നെ മാറുന്നത് പോലെ എന്നെ കാണുന്ന ഇടത്ത് ചില ദുർഭൂതങ്ങൾ കീഴടങ്ങിയിരിക്കും. എത്ര പേര് ഇതൊന്ന് ഏറ്റു പറയും? ഞാൻ ചെല്ലുന്ന ഇടത്തു നിന്ന് ദുർഭൂതങ്ങൾ മാറിയിരിക്കും. ബാംഗ്ലൂർ പട്ടണത്തെ ചവിട്ടി പിടിക്കേണ്ടതിന്, ഹല്ലേലൂയ, കുടികൊള്ളുന്ന വാഴ്ചകളെ ഒന്ന് നിർവീര്യമാക്കേണ്ടതിന് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുക. യേശു അവിടെ പറയുന്ന സാഹചര്യത്തിൽ ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് വ്യക്തികളിൽ ബാധിക്കപ്പെട്ട ഭൂതങ്ങളാ. പക്ഷെ അതിനപ്പുറത്തോട്ട് കയറി ചിന്തിക്കുവാൻ ഇന്ന് ദൈവം നമുക്ക് വിദ്യാഭ്യാസം തന്നതിനാൽ, കൃപ തന്നതിനായി സ്തോത്രം. ദേശത്തെ ഭരിക്കുന്ന ശക്തികളുണ്ട്. ചില ദേശങ്ങളെ അടക്കി ഭരിക്കുന്ന ചില വല്ലാത്ത ശക്തികളെ ശാസിച്ചകറ്റേണ്ടതിന് തിരിഞ്ഞു കടിക്കത്തില്ല ദൈവ പൈതലേ. എന്നെ അയച്ചത് അതിനു വേണ്ടിയാ. ഹല്ലേലൂയ. എന്നെ അയച്ചത് അതിനു വേണ്ടിയാ. ഞാൻ ആവർത്തിക്കട്ടെ, തിരിഞ്ഞൊന്നും ചെയ്യാനില്ല. യഹോവ ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഹല്ലേലൂയ. ദേശത്ത് വ്യാപരിക്കുന്ന വ്യാപാര ശക്തികൾ, രോഗാത്മാക്കള്, ഹല്ലേലൂയ, രോഗാത്മാക്കളിൽ ചിലതിനെ ശാസിക്കേണ്ടതിന് വേണ്ടി, ദുരാത്മാക്കളുടെ മേൽ അധികാരം ഉണ്ടാകേണ്ടതിന്, അവയെ പുറത്താക്കേണ്ടതിന് യേശു ചിലരെ തെരഞ്ഞെടുത്തു. തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും. അടുത്തത്
ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. പന്തിരുവരെ അങ്ങോട്ട് നിയമിച്ചു. ഇന്ന് പകൽ നിയമിച്ച ദൈവത്തെ സ്തുതിക്കുന്നു. ശിംശോനെ നിയമിച്ച ദൈവം അദ്ദേഹത്തെ നിയമിച്ചത് എന്തിനാണ്? മിദ്യാന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനാ. ആശയം കിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. ശിംശോനെ നിയമിച്ചത് എന്തിനാ? ഫെലിസ്ത്യന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനാ. മോശയെ നിയമിച്ചത് എന്തിനാ? മിസ്രയീമിൽ നിന്ന് വിടുവിക്കാനാ. യോശുവയെ നിയമിച്ചത് എന്തിനാ? യെരിഹോ മതിൽ ഇടിച്ച ശേഷം ദേശത്തിന് അവകാശം പകുത്തു കൊടുക്കാനാ. നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിനാ? തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും. നിയമിച്ചത് എന്തിനാ? തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും, പ്രസംഗിപ്പാൻ അയക്കേണ്ടതിനും. മോശേ, അങ്ങയുടെ നിയമനം അങ്ങ് പാലിച്ചെങ്കിൽ എൻ്റെ നിയമനം ഞാൻ പാലിച്ചിരിക്കും. യോശുവ, അങ്ങയുടെ നിയമനം അങ്ങ് പാലിച്ചെങ്കിൽ എൻ്റെ നിയമനം ഞാൻ പാലിച്ചിരിക്കും. ഇന്ന് പകൽക്കാലം ധൈര്യത്തോടെ പറയാം, ദൈവമനെ അയച്ചെങ്കിൽ ദൈവം അക്കാര്യം സാധിപ്പിക്കും. ദൈവമനെ അയച്ചെങ്കിൽ ദൈവം അക്കാര്യം സാധിപ്പിക്കും. മറക്കരുത്, ഒറ്റുനോക്കുവാനായി പോയ കുറെ പേർ വന്ന് ദുർവർത്തമാനം പറഞ്ഞു. അവരുടെ കാഴ്ചപ്പാടുകൾ മാറിപ്പോയി. ദൈവികമായതിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് തന്റെ അനഖ്യമല്ലന്മാരെ കണ്ടതോടെ മല്ലന്മാരുടെ കായിക വലിപ്പത്തിൽ അവരുടെ ബുദ്ധി താണുപോയതിനാൽ അവരെ ശാപമാണ് കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവവൈദ്യരെ, എന്റെ കാഴ്ചപ്പാട് വേറെയാ. ഞാൻ മല്ലനെ കാണുകയില്ല. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ആ ഭവനത്തിന് വേണ്ടി ശക്തിയുള്ള ദൈവമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ദേശത്തെ കൈവശമാക്കുവാൻ ദൈവം നമ്മിൽ ചിലരെ അയക്കുകയാ. ജഡ്ജസ് 7:15 വായിച്ചാൽ ഓക്കെ, വന്നു വായിച്ചാട്ടെ. ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. അതിന്റെ പുറകിൽ 12 മുതലുള്ള വാക്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ വായിക്കാതെ വിട്ടതാ. ശിംശോനെ സംബന്ധിച്ചിടത്തോളം, ഗിദെയോനെ സംബന്ധിച്ചിടത്തോളം ഭീതിപ്പെടുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടായി. 12 വായിച്ചാട്ടെ, 12-13. എന്നാൽ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഗിദെയോൻ ആകപ്പാടെ ഒരു വല്ലാത്ത പരിതസ്ഥിതിയിൽ വന്ന് നിൽക്കുക. തന്നെ അയച്ചത് ദൈവമാണെന്നറിയാം. തൻ്റെ മേലുള്ള നിയമനം കറക്റ്റാണെന്നറിയാം. തൻ്റെ അപ്പന് കിട്ടാഞ്ഞ നിയമനം, തൻ്റെ സഹോദരങ്ങൾക്ക് കിട്ടാഞ്ഞ നിയമനം, തൻ്റെ നാട്ടിലെ പ്രഭുക്കന്മാർക്ക് കിട്ടാത്ത നിയമനം. ഈ പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. താണവനായ ഗിദെയോന്റെ കയ്യിൽ സ്വർഗം കൈമാറി. നിങ്ങളിൽ ചിലരുടെ മേൽ ഈ നിയമനം ദൈവം കൈമാറി. കുടുംബത്തിൽ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരില്ലേ? നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരില്ലേ? കഴിവുള്ളവരില്ലേ? കാഴ്ചയ്ക്ക് ഭംഗിയുള്ളവരില്ലേ? ആരോഗ്യമുള്ളവരില്ലേ? ഇവരുടെ നടുവിൽ വെച്ച് എന്തുകൊണ്ട് എന്നെ തെരഞ്ഞെടുത്തു? ശൗലേ, പൗലോസേ, അങ്ങയേക്കാൾ ആരോഗ്യമുള്ളവരില്ലേ? ഉണ്ട്, ഞാനൊരു കൃഷഗാത്രനാ. അങ്ങേക്കാൾ കാഴ്ചയ്ക്ക് ഭംഗിയുള്ളവരില്ലേ? ഉണ്ട്, ഞാൻ അകത്തോട്ട് വലഞ്ഞവനും പല്ലുന്തിയവനും കഷണ്ടിയുമാ. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ എന്നാ പറ്റി? തമ്പുരാൻ നോക്കിയത് പുറമേ ഉള്ളതല്ല, അകമേ ഉള്ളതാ നോക്കിയത്. ഇവന്റെ മേൽ എന്റെ പുത്രനെ വെളിപ്പെടുത്തിയാൽ എന്റെ പുത്രനെ ഇവൻ ലോകത്തിന് നൽകുമെന്ന് പിതാവിന് ദുരിഹിതമായി തോന്നി. ശിംശോനെ, അങ്ങയുടെ സാഹചര്യം ശരിയല്ല. ഗിദെയോനെ, അങ്ങയുടെ സാഹചര്യം ശരിയല്ല. മിദ്യാനെ തോൽപ്പിക്കുവാൻ ഞാൻ നിന്നെ ആക്കിയിരിക്കുക. നീ ഒന്ന് എഴുന്നേക്ക്. പേടിയുണ്ടോ? ഉണ്ട്. ആ 7-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക്, ജഡ്ജസ് 7 വരുമ്പോഴത്തേക്ക് സാഹചര്യം അറിയാമോ? 300 എണ്ണമേ അങ്ങരുടെ കൂടെ ഉള്ളൂ. ആ 300 എണ്ണത്തിന് ആയുധം ഉപയോഗിക്കാൻ അറിയാവുന്നവരല്ല. ഇസ്രയേലിൽ വാളില്ല. അയ്യോ, വല്ലാത്ത സാഹചര്യമായി. ഇത് മറക്കരുത്. ഇസ്രയേലിൽ വാളില്ല. വാളുണ്ടാക്കുന്ന കൊല്ലനില്ല. ഒരുപാട് പ്രാവശ്യം ഞാനിതിവിടെ പറഞ്ഞിട്ടുള്ളതാ. ഇസ്രയേലിലെ അമ്മമാർ പാലൂട്ടി വളർത്തിയ ആയുധമുണ്ടാക്കുന്ന സ്മിത്ത് ഉണ്ടല്ലോ, പണിക്കാരുണ്ടല്ലോ, അവർ ഫെലിസ്ത്യൻ പിടിച്ചുകൊണ്ട് പോയി അവർ ഫെലിസ്ത്യന് വേണ്ടി വാളുണ്ടാക്കുക. ഒരുപാട് ആവർത്തി ഞാനിവിടെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ദശാംശം കൊടുത്ത്, എൻ്റെയും നിങ്ങളുടെയും അധ്വാനത്തിന്റെ ഫലം കൊടുത്ത്, അവിടെയും ഇവിടെയും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അയച്ച് സഭകൾ പഠിപ്പിച്ചിട്ടുള്ള അനേകർ ശത്രുവിന് വേണ്ടി വാളുണ്ടാക്കി പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിച്ച് വലം തിരിയുമ്പോൾ ശിംശോന്റെ കാലം, ഗിദെയോന്റെ കാലം നമ്മുടെ ഓർമ്മയിൽ വരട്ടെ. ഇസ്രായേലിൽ ഒരു കൊല്ലനില്ല വാളുണ്ടാക്കുവാൻ. അതിന്റെ ഒരു മറുവശം കൂടെ പറയാം. പിന്നെ ഇവരെങ്ങനെ ജീവിക്കുന്നേ? ഇവർക്ക് ജീവിക്കുവാൻ അന്ന് ആകെ ഉള്ളത് മുടിങ്കോൽ മൂർച്ചപ്പെടുത്തുവാൻ ഒരരം അവരുടെ ഉണ്ട്. മതി. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ആരേലും വഴക്കിന് വന്നാൽ ഓടി ഒളിക്കിയേ മാർഗമുള്ളൂ. അന്നന്നത്തേക്ക് കൃഷി ചെയ്യാൻ കലപ്പയുടെ അടിയിൽ വെക്കുന്ന മുടിങ്കോൽ, അതൊന്ന് രാഗി എടുക്കുവാൻ ഞങ്ങളുടെ ഒരു അരമുണ്ട്, അത് മതി. സഭായോഗത്തിന് വരുമ്പോൾ സങ്കീർത്തനം വായിക്കാൻ ഒരു അച്ചാച്ചനുണ്ട്.
പാട്ടുപാടാൻ ഗായക സംഘമുണ്ട്. വല്ലപ്പോഴും ഒരു മീറ്റിങ്ങിൽ എഴുന്നേറ്റുന്നു സ്വോത്രം 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 എന്ന് പറയുവാൻ 2 പേരുണ്ട്. മുടിങ്കോൽ കൂർപ്പിക്കുന്നത് മതി എന്ന് പറഞ്ഞ് ലഭിച്ച ഒരരവുമായിരിക്കുന്ന കാലം ഇസ്രയേലിലെ അമ്മമാർ വളർത്തിയെടുത്ത ആ ആയുധം പണിയുന്നവരുണ്ടല്ലോ, അവർ ഇസ്രയേലിന് വിരോധമായി തന്റെ ശത്രുവിന്റെ കയ്യിൽ വാളുണ്ടാക്കി കൊടുക്കുക. ആ സമയത്താണ് യഹോവ എന്ന് പറയുന്ന ഗിദെയോനെ, ഈ ബലത്തോടെ പോടാ, ഈ വാളും കൊണ്ട് പോകാനല്ല, നിന്റെ കൂടെ ഒരു 300 എണ്ണമുണ്ട്. അവർക്ക് ആയുധം ഉപയോഗിക്കാൻ അറിയാൻ വയ്യ, ആയുധങ്ങൾ കയ്യിലില്ല, പിന്നെ എന്നാ ചെയ്യും? ഞാൻ പറയാം, ഉപയോഗിക്കാനുള്ളത് ഞാൻ പറയാം. ഇവരുടെയൊക്കെ കയ്യിലുള്ളത് ഓരോ മൺകുടമാണ്. ഇത് ഞാൻ നേരത്തെ തൊട്ടിട്ടുണ്ട്. ഞാൻ തൊടാത്ത എന്തുവാ? എത്ര വർഷമായി, എത്ര മണിക്കൂറായി ഇവിടെ നിൽക്കുന്നത് അല്ലേ? പല പ്രാവശ്യം തൊട്ടത്. പക്ഷെ ഓരോ പ്രാവശ്യവും ദൈവത്തിന് ഇടപെടാനുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഇടപെടട്ടെ. ഒരിക്കൽ റെയ്നാഡ് ബോങ്കെ പറഞ്ഞ, കർത്താവിൻ്റെ ദാസൻ ബഹുമാന്യനായ റെയ്നാഡ് ബോങ്കെ പറഞ്ഞൊരു പദം ഓർമ്മയിൽ വരുന്നു. അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, സാറേ ഈ പഴയ മെസ്സേജസ് തന്നെ ഇങ്ങനെ പ്രസംഗിക്കാതെ പുതിയ മെസ്സേജസ് വല്ലതും പറയാൻ. അദ്ദേഹം പറഞ്ഞു, വളരെ ശരിയാ, ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് അസ്തമിച്ച സൂര്യനല്ലേടാ ഇന്ന് രാവിലെ ഉദിച്ച, പിന്നെന്തിനാ നീ അതിൻ്റെ പുറകെ പോകുന്നേ? ഒരു പുതിയ സൂര്യനെ തപ്പനടാ. ദൈവം വെച്ച ചിലത് വെച്ചതാ, നീയൊന്നും പിടിച്ചാൽ അത് മാറുകയില്ല. പക്ഷെ ഇന്നലത്തെ ചൂട് മാത്രമല്ല, ഇന്ന് അതിന് വേറെ ചൂടുണ്ട്. ഇന്നലെ ഇടപെട്ട ദൈവവചനത്തിന് ഇന്നൊരു പ്രത്യേക ചൂടുണ്ട്. ഓക്കെ, ഗിദെയോനെ വിളിച്ച് നിനക്ക് വന്ന് യുദ്ധം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഗിദെയോൻ ദൈവദൂതനോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാ, നമുക്ക് വാളും പരിചയം ഒന്നും എടുക്കാൻ അറിയാൻ വയ്യ, ആയുധങ്ങൾ കണ്ടാൽ തിരിച്ചറിയത്തില്ല, യുദ്ധത്തിൻ്റെ വീര്യതയുള്ള രക്തം എൻ്റെ അകത്തില്ല, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാ. അമ്മയുടെ കൂടെ കൊഞ്ചൽ കുഞ്ഞായി അടങ്ങിയിരുന്ന് വളർന്ന ആ ബെന്യാമീൻ്റെ ഗോത്രത്തിൽപ്പെട്ട അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു സാധുജീവിയാ ഞാൻ. എൻ്റെ കയ്യിൽ യുദ്ധം ചെയ്യാനുള്ള കഴിവില്ല, എനിക്കതിനുള്ള അറിവില്ല. തമ്പുരാൻ പറഞ്ഞു, നിനക്കില്ലാത്തതിനെക്കുറിച്ച് വിഷമിക്കണ്ട, ഞാൻ നിന്നോട് ചിലത് ചോദിക്കട്ടെ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞതാ, നിനക്ക് വാൾ കണ്ടാൽ അറിയത്തില്ല, പരിച കണ്ടാൽ അറിയത്തില്ല, മൺകുടം കണ്ടാൽ അറിയാമോ? അറിയാം. ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ പൊട്ടിയ മൺകുടം ഇഷ്ടം പോലെ, പെറുക്കട അതേ കുറേ എണ്ണം, കൂടുതലൊന്നും എനിക്ക് വേണ്ട. നിന്റെ വീടിന്റെ വരിയമ്പുറത്ത് കിടക്കുന്ന മൺകുടം ഉപയോഗിക്കാൻ അറിയാമോ? അല്പം കൊണ്ടും അധികം കൊണ്ടും വീര്യം പ്രവർത്തിക്കുന്നവൻ നിന്റെ കൂടെ എഴുന്നേറ്റാൽ ഈ തകർന്ന മൺകുടം ഈ തകർന്ന മൺകുടം, അതിനകത്തെ പന്തങ്ങൾ മതി എനിക്ക് യുദ്ധം ചെയ്യുവാൻ, യഹോവയ്ക്ക് യുദ്ധം ചെയ്യുവാൻ. വലിയ കാര്യം വേണ്ട. തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമൈതലേ, തന്നോടുകൂടെ ഇരുന്നാൽ, പ്രസംഗിക്കാൻ അയക്കപ്പെട്ടാൽ, ഹല്ലേലൂയ, ചില ദുർശക്തികളെ വെളിയിലെടുക്കുവാൻ നിങ്ങളുടെ വാക്കുകൾ മതി, നിങ്ങളുടെ നോട്ടം മതി. ഹല്ലേലൂയ. വാൻ പറഞ്ഞ അങ്ങേരെ വന്ന് നിൽക്കുക 300 പേരുമായിട്ട്. ഈ പ്രതികൂല സാഹചര്യത്തിലാണ് ചോദിച്ച പേടിയുണ്ടോ? ഉണ്ട്. നിനക്ക് പേടി ഉണ്ടെങ്കിൽ താഴ്വരയിലോട്ട് ചെല്ല്. അദ്ദേഹം ഇറങ്ങി താഴ്വരയിലോട്ട് ചെന്നപ്പോൾ ശത്രുവിന്റെ 2 ജാതികൾ നിരന്നു കിടക്കുക. എങ്ങനെ? ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഈ 300 എണ്ണത്തെ കൊണ്ട് പേടിച്ചു നിൽക്കുന്ന പുള്ളി ദൈവം അവനോട് പറഞ്ഞു, പേടി മാറ്റാൻ ഞാനൊരു പരിപാടി തരാം, ഇറങ്ങി അങ്ങോട്ട് ചെല്ല്. ചെന്ന ചെലവിനെ കാണുന്നത് സൈന്യങ്ങൾ വെട്ടിക്കിളി പോലെ നിൽക്കുക. അവരുടെ പട ഉപകരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അന്ന് ഒട്ടകങ്ങൾ. ഒട്ടകപ്പുറത്ത് കയറിയാണ് ഈ സൈന്യം വരുന്നത്. അതാണെങ്കിൽ കടൽക്കരയിലെ മണല് പോലെ കിടക്കുക. നിനക്കെത്ര എണ്ണം ഉണ്ട്? 300 എണ്ണം. ഇതോ എണ്ണിത്തീർക്കാൻ ഒക്കാത്ത പോലെ കിടക്കുക. പേടിയുള്ളവന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തോം കുത്തി പടയാന്ന് പറഞ്ഞതുപോലെ പേടിച്ചു നിൽക്കുന്ന ഞാൻ 300 പേരുമായി എന്നാ ചെയ്യുമെന്നറിയാൻ വയ്യാത്ത ഞാൻ തേണ്ട വന്നു കണ്ട കാഴ്ച ഇതാണ്. തമ്പുരാൻ പറഞ്ഞു, പക്ഷേ നിന്റെ കണ്ണ് ഇതിൽ പതിയരുത്, നിന്റെ ചെവി ഒന്ന് തുറന്നേ, ഞാൻ നിന്നോടൊന്ന് ഇടപെടാൻ പോകുകയാ. ശത്രുവിനെ കൊണ്ട് ഞാൻ നിന്നെ ഉറപ്പിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ശത്രുവിനെ കൊണ്ട് ഉറപ്പിക്കുന്ന ദൈവം. നീ ഒന്ന് ഇറങ്ങി വാ, അവരുടെ ഇടയിലോട്ടൊന്ന് ചെല്ല്. ഗെറ്റ് മിക്സ്. തൻ്റെ ശത്രുവിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ ഒരുത്തൻ മറ്റവനോട് ഒരു സ്വപ്നം പറയുകയാണ്. അവങ്ങളുടെ സ്വപ്നം ഇങ്ങനെയാണ്: എബ്രായരുടെ കോളനിയിൽ നിന്ന്, ഇസ്രയേലിൻ്റെ ക്യാമ്പുകളിൽ നിന്ന് ഒരു യാവത്തപ്പം ഉരുണ്ടുരുണ്ട് വരുന്നു. ഒരു ദോശ ഉരുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ദോശ അങ്ങനെ ഉരുളുമോ? ഇത്രയും ബാലൻസ് അതിന് കിട്ടുമോ ഉരുളാൻ? ചപ്പാത്തി ഉരുളുമോ?
ഒരു യവത്തപ്പം തണ്ട് ഉരുണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ചപ്പാത്തി ആണെങ്കിൽ ഒരു ശകലമൊക്കെ ബലം കാണും. അരി കൊണ്ടുണ്ടാക്കിയ ദോശയാണെങ്കിൽ അത്രയും പോലും ബലമില്ല. ഇത് യവത്തപ്പം ബാർലി കൊണ്ടുണ്ടാക്കിയതാ. തൊടുന്നതിന് മുമ്പേ പൊടിയുന്ന സാധനമാ യവത്തപ്പം എന്ന് എടുത്തു പറയുന്നുണ്ട്. ബാർലിയായത് തൊടുന്നതിന് മുമ്പേ പൊടിയുന്നതാണ്. അത് കണ്ട് ഉരുണ്ട് വരുന്നു. ഇതിനകത്ത് ജീവനില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, കഴിവില്ലാത്ത, ആരോഗ്യമില്ലാത്ത, പണമില്ലാത്ത, വലിയ കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത, ശാസ്ത്രം അറിയാൻ വയ്യാത്ത, വിവരമില്ലാത്ത, കുടുംബശ്രേഷ്ഠതയില്ലാത്ത, തളർന്നതെന്ന് തോന്നുന്ന ഒന്നിനെ ചിത്രീകരിക്കുന്ന വാക്കാണിത്. ഒരു യവത്തപ്പം. ഒരു യവത്തപ്പം. ഇത് ബാലൻസ് തെറ്റാതെ ഉരുളുന്നെങ്കിൽ, എൻ്റെ ബൈബിൾ ഉരുട്ടാൻ നോക്കിയാൽ ഇത് ചതുരമാ ഉരുളത്തില്ല. അഥവാ ഇത് റൗണ്ടായിരുന്നെങ്കിൽ ദേ നിൽക്കുന്നു, ഈ പുള്ളി റൗണ്ടാ. ഞാനിതിനെ ഉരുട്ടാൻ നോക്കിയാൽ ഇത് മറിഞ്ഞ് താഴെ പോകും. ഉരുട്ടുന്നയാൾ കൊടുക്കുന്ന ആക്കത്തിനൊത്തവണ്ണം ആ ആക്കം തീരുന്നത് വരെ ഇത് ഉരുളും. ആ ഒരു ഫോഴ്സ് തീർന്നാൽ ഇത് തറയിലേക്ക് താണു വീഴും. ഈ യവത്തപ്പം ഉരുട്ടുന്നവന്റെ കരുത്തിനൊത്തവണ്ണം ഇത് ഉരുണ്ടോണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം കഴിവില്ലാത്ത ദൈവഭക്തരെ പുറകിൽ ഉരുട്ടുന്ന ഒരുത്തനുണ്ട്. പോകുക, ഞാൻ നിങ്ങളെ അയക്കുകയാ. പോകുക, ഞാൻ നിങ്ങളെ അയക്കുകയാ. ദർശനത്തിന്റെ പുറകിലെ കൽപ്പന, ദർശനത്തിന്റെ പുറകിലെ കൽപ്പന, ഞാൻ നിന്നെ അയക്കുക. അപ്പം ഉരുളാൻ തുടങ്ങി. അവൻ കണ്ട കാഴ്ച അപ്പം ഉരുണ്ടി എന്ന് കൂടാരത്തിന്റെ ഒരു തൂണിനെ ഇടിച്ചു. മിദ്യാന്റെ കൂടാരത്തിന്റെ ഒരു തൂണിനെ ഇടിച്ചു. കൂടാരത്തിന്റെ തൂണ് കൂടാരത്തെ മുഴുവനും പിടിച്ചു നിർത്തുന്ന ഏറ്റവും ബലമുള്ള ഘടകമാ. ദൈവം ഉരുട്ടിയ അപ്പങ്ങൾ ഉരുണ്ടാൽ കൂടാരത്തിന്റെ വട്ടത്തിലിരിക്കുന്ന മണലേലല്ല തട്ടുന്നത്, കൂടാരത്തിന്റെ തൂണിനെ ഇടിക്കുന്നതാ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലര് മണൽത്തരിയെ തട്ടിപ്പോകുന്നവരല്ല, തൂണുകൾ ഇടിക്കുന്നവരാ. ഹല്ലേലൂയ. തന്നെ ഉരുളൻ ബലമില്ലാത്ത ദൈവം ഉരുട്ടിയ യവത്തപ്പം ഉരുണ്ട് വന്ന് കൂടാരത്തിന്റെ തൂണുകൾ ഒന്നിനിടിച്ചു. കൂടാരം പൊളിഞ്ഞു താഴെ. കൂടാരം പൊളിക്കുന്ന ഒരു കൂട്ടം യവത്തപ്പങ്ങൾ ഇതിനകത്തൊന്നിരുന്നേക്കട്ടെ. കൂടാരങ്ങൾ പൊളിക്കുന്ന, ശത്രു കൂടാരങ്ങൾ പൊളിക്കുന്ന, ശത്രുവിന്റെ കുടിയിരിപ്പ് കേന്ദ്രങ്ങൾ, ശത്രുവിന്റെ കുടിയിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചെടുക്കുന്ന ചില ഉരുളുന്ന അപ്പങ്ങൾ. സെക്യുലർ ക്വാളിഫിക്കേഷൻസ് കുറവാ, തിയോളജിക്കൽ ഡിഗ്രികൾ കുറവാ. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കുറവാ. എന്നാൽ ഉരുട്ടിയവൻ എൻ്റെ പുറകിലുണ്ട്. ഈ ഉരുട്ടിന്റെ ആയത്തിൽ ഇത് വന്ന് തട്ടിയാൽ ഹല്ലേലൂയ, കൂടാരങ്ങൾ ഇടിഞ്ഞു വീഴും. പട്ടണത്തിനകത്ത് കുടിയിരിപ്പ് കേന്ദ്രങ്ങളെ ഇടിച്ചു കളയുന്ന ലോകത്തിന്റെ 5 വൻകരകളിലായി ഇന്ന് പകൽ ഒരുമിച്ച് ശ്രദ്ധിക്കുന്ന കുടിയിരിപ്പ് കേന്ദ്രങ്ങളെ ഇടിച്ചു പൊളിക്കുന്ന യവത്തപ്പമേ. ഹല്ലേലൂയ. ദർശനം, ദർശനത്തോടുകൂടെ കൽപ്പന. ഒന്നാം കൂടാരം ഇടിച്ചിട്ടു, രണ്ടാം കൂടാരത്തിന് നേരെ തിരിഞ്ഞു. ഒരിക്കൽ ജയിച്ച ദൈവ പൈതലേ, നിർത്തരുത്. നിങ്ങളുടെ മേലൊരു ശുശ്രൂഷ ഉണ്ട്. ഇന്നലെ പകല് ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കായിരുന്നു കേരളത്തിലൊരു സ്ഥലത്ത്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം തീർന്നു. 3/4 മണിക്കൂർ എനിക്ക് അനുവദിച്ചുള്ളൂ. ആ സമയം അങ്ങ് തീർന്നു. പിന്നെ ഒരു 15 മിനിറ്റ് ഞാനങ്ങ് കവർന്നെടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് അവർ ദൈവസാന്നിധ്യം വെളിപ്പെട്ടത്. ഞാൻ പറഞ്ഞു, 1 മണിക്കൂർ മെനക്കെട്ടിട്ട് അവർ ദൈവസാന്നിധ്യം ഉണ്ടായത്. ഇതിവിടെ നിർത്തിയാൽ ശരിയാകില്ല. അതുകൊണ്ട് കുറേ രോഗശാന്തി നടക്കട്ടെ. കുറേ അപൂർവ രോഗശാന്തികൾ നടക്കുന്നത് നില കണ്ടു. കുറേ വ്യക്തികൾ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് തീരുമാനിക്കുന്നത് കണ്ടു. ദൈവസാന്നിധ്യം വെളിപ്പെട്ടെങ്കിലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. പലപ്പോഴും വിവാഹ ശുശ്രൂഷകൾ ഇവിടെ നടക്കുമ്പോൾ ഒരു ദൈവസാന്നിധ്യം വെളിപ്പെടുന്നത് വരെ ഞാൻ കാത്തിരിക്കാറുണ്ട്. ഈ സാന്നിധ്യത്തിൽ എന്തെങ്കിലും നടക്കത്തുള്ളൂ. യവത്തപ്പമേ, ഉരുണ്ടാൽ നിന്റെ ആക്കം ഒരു കൂടാരം കൊണ്ട് തീരുകയില്ല. ഇടിച്ചിട്, അടുത്തതിനുള്ള ശക്തിയായി. ഹല്ലേലൂയ. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കും. ലോകത്തിന്റെ സാധാരണഗതിയിൽ യൗവനക്കാർ ആ യൗവനം കഴിയുമ്പോൾ ക്ഷീണിക്കും. യൗവനക്കാർ ഇടറി വീഴും. സത്യം, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ വാർദ്ധക്യത്തിലും ബലം പ്രാപിക്കും. ഹല്ലേലൂയ. ചില കൂടാരങ്ങൾ ഇടിച്ച ദൈവ പൈതലേ, എഴുന്നേറ്റോ, അടുത്ത കൂടാരം ഇടിക്കുവാൻ. ഹല്ലേലൂയ. ഈ യവത്തപ്പം ഉരുണ്ടു. രണ്ടാം കൂടാരം, മൂന്നാം കൂടാരം ഇടിച്ചു തുടങ്ങി. ആദ്യത്തെ ഒരെണ്ണം ഇടിക്കുന്നത് വരെ ഉള്ളു ഭയം.
ആദ്യത്തെ ഒരെണ്ണം ഇടിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ദൈവം എന്നെ അംഗീകരിച്ചു. ഇതിനകത്ത് തെളിയിക്കപ്പെട്ട ചിലരുണ്ട്. എൻ്റെ കൈ കൊണ്ട് ചിലത് നടന്നു, ചില രോഗികൾ സൗഖ്യമായി, ചില ദുർഭൂതങ്ങൾ വിട്ടുപോയി, ചില വ്യക്തികൾ യേശുവിനെ അറിഞ്ഞു. ശത്രുവിന്റെ കൂടാരങ്ങൾ ഇടിയുന്നു, പവർ പോയിന്റ്സ് ഇടിഞ്ഞു തുടങ്ങി. അവരൻ സ്വപ്നം കണ്ടവനോട് മറുപടി പറഞ്ഞു, എടാ ഇത് ഗിദെയോന്റെ വാളാ. ഗിദെയോന്റെ വാളില്ലെന്നറിയാവൂ? അത്രയൊന്നും ശത്രുവിന് അറിയാൻ വയ്യ. ഗിദെയോൻ ആകപ്പാടെ 300 പേരുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ ശത്രു ഓർത്തത് ഇവന്റെ ആറ്റം ബോംബ് കാണുമെന്ന്. ഇല്ലല്ലേ, ഈ 300 പേരെ കൊണ്ട് നിൽക്കാനല്ലേ? നമ്മളൊക്കെ ഈ മൈക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ശത്രുവിന്റെ വിചാരം ഒത്തിരിയൊക്കെ അറിയാമെന്ന. ശത്രു സത്യമായിട്ടും തമ്പുരാൻ അയച്ചുകൊണ്ടാടാ, വേറെ ഒന്നും അറിയാമായിട്ടില്ല. എൻ്റെ എങ്ങും വാളില്ല. മറ്റവൻ പറഞ്ഞു ഇത് ഗിദെയോന്റെ വാളാ. എടാ, ഗിദെയോന്റെ വാളില്ല, പക്ഷെ ഗിദെയോന്റെ പന്തമുണ്ട്, ഗിദെയോന്റെ കാഹളമുണ്ട്, ഉടയണ്ട മൺകുടമുണ്ട്. ഇന്ന് പകൽക്കാലം ഉടയണ്ട മൺകുടമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഈ മൺകുടം ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ, ഇത് ഉടയുന്നത് വരെ ഇത് ഉടയുന്നതോടെ ചില പന്തങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ! ദൈവം നിങ്ങളെ അയച്ചപ്പോൾ അകത്തിന്റെ അകത്ത് ഒരു പന്തം വെച്ചു. ഹല്ലേലൂയ! അകത്തിന്റെ അകത്തൊരു പന്തം വെച്ചു. വിശ്വസിക്കുന്നവർ പറഞ്ഞു, എന്റെ അകത്തൊരു പന്തമുണ്ട്. വേറെ ആർക്കും ഇത് അറിയത്തില്ല കേട്ടോ. കുടത്തിനകത്ത് പന്തം, കുടം ഇങ്ങനെ താഴോട്ട് ചരിച്ചു പിടിക്കുമ്പോഴേ നടക്കാൻ കാൽച്ചുവട്ടിൽ മാത്രം വെട്ടം കാണും, മുന്നോട്ട് പോലും വെട്ടമില്ല. ഇന്നത്തേടം എങ്ങനെ ജീവിക്കണം, ഒറ്റപ്പടി മാത്രം വെക്കാൻ. ഇന്നത്തേടം എങ്ങനെ കഴിയും, നാളെക്കുറിച്ച് വിചാരപ്പെടണ്ട. നാളത്തേക്കുള്ളതൊന്നും ഞാൻ കാണുന്നില്ല. ഇന്നത്തേക്ക് ഒരു ഒറ്റ പ്രസംഗം പറയാൻ, ഒരു ചെറിയ ആശയം പറയാൻ ഒരു വാക്യം എൻ്റെ അകത്തുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുവാൻ അല്പം ശക്തിയുണ്ട്, മതി. അതിനകത്തൊരു ബന്ധം. കുടത്തിനകത്ത് പന്തമുണ്ട്. ഉറപ്പുള്ളവർ വിളിച്ചു പറ, എന്റെ കുടത്തിൽ പന്തമുണ്ട്, എന്റെ മൺകൂടാരത്തിൽ, എന്റെ മൺകുടത്തിൽ. അത് ഈ ശരീരമാകട്ടോ. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞത്, ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് മൺപാത്രങ്ങൾക്കകത്താണ് അത് പകർന്നു വെച്ചിരിക്കുന്നത്. ഇത് എന്റേതല്ല, ഇത് നിങ്ങളുടേതല്ല, എനിക്കൊന്നുമില്ല, നമുക്കൊന്നുമില്ല. പക്ഷെ പകർന്ന വേറൊരുവനുണ്ട്. ഈ അത്യന്ത ശക്തി, ഈ ദീപം, ഈ തീയ എന്റേതല്ല, മൺകൂടാരത്തിന്റെ അകത്താ. ഈ ദിവസങ്ങളിലെ ദീപം ഒന്ന് വളർത്തുവോ? മെസ്സേജ് അങ്ങോട്ട് കഴിയട്ടെ. ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ആഹ്വാനം തരാൻ പോവാ. ഈ പന്തം ഒന്ന് കത്തിക്കുമോ? ഒടുവിൽ ഇത് ഈ അവത്തപ്പമാ. ഈ അവത്തപ്പം ഇവന്റെ വാളാ. ഇവന്റെ വാളില്ലാതിരിക്കെ ശത്രു പറഞ്ഞു, ഇവന്റെ വാളുണ്ട്, ഏതാണ്ട് ഇവന്റെ ഉണ്ട്. സത്യത്തിൽ വാളെന്ന് വരെ പറയാനേ അവൻ അറിയത്തുള്ളൂ. ആ വാൾ ചലിപ്പിക്കുന്നവൻ അവൻ്റെ അകത്തുള്ളത്. മനസ്സിലായോ? അവന്റെ വാളില്ല, പക്ഷെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ അവന്റെ ദൈവമാ. അവന്റെ കയ്യിൽ വാളില്ല, എന്റെ കയ്യിലുള്ള വാള് എനിക്ക് വിരോധമായി അവന്റെ ഇച്ഛക്കൊത്തവണ്ണം ചലിപ്പിക്കുന്ന ദൈവമാ ഇവന്റെ അകത്തെ പന്തം നിയന്ത്രിക്കുന്നത്. ഇത് മിദ്യാന്യരുടെ വാ കൊണ്ട് ഇത് കേട്ടു. ഇത് ഗിദെയോന്റെ വാളാന്ന് കേട്ടതോടെ ഇദ്ദേഹം ശക്തിപ്പെട്ടു. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു പടി ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, ദർശനത്തിന് കൂട്ടാളികൾ വേണം. ആ ദർശനത്തിന്റെ കൂട്ടാളികൾക്ക് ദർശനം കൈമാറണം. ഗിദെയോൻ ശക്തിപ്പെട്ടു, എഴുന്നേറ്റു, മിദ്യാന്റെ പാളയത്തിലേക്ക് വന്നു, കാഹളമൂതി ജനത്തെ വിളിച്ചേച്ച് പറഞ്ഞു, എഴുന്നേൽപ്പീൻ, യഹോവ മിദ്യാന്യരെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. സാഹചര്യത്തിന് വിപരീതമാണ്. അവർക്കറിയാം 300 പേരേ ഉള്ളൂ, വെട്ടിക്കൊല്ലാൻ വാളില്ല, യുദ്ധം ചെയ്യാൻ അറിയാവുന്നവരില്ല, എല്ലാം പോക്കടി 300 എണ്ണമേ കയ്യിൽ കൂടെ ഉള്ളൂ. അവരോട് പറയുകയാണ്, എഴുന്നേൽപ്പീൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. മധ്യാഹ്നയാമത്തിൽ കാവൽ മാറ്റി നിർത്തിയ ഉടനെ ഗിദെയോൻ കാഹളമൂതി. കയ്യിലെ പന്തം തെളിയുമാർ കുടമുടച്ചു. ജനം ചേർന്ന് ആർത്ത് വിളിക്കാൻ തുടങ്ങി, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ. ഈ ശബ്ദം മതി, അപ്പുറത്ത് വാളിന്റെ പാച്ചിൽ തുടങ്ങി. ഈ ശബ്ദം മതി,
എൻ്റെ ദൈവത്തിൻ്റെ പ്രധാന ക്രിയ തൻ്റെ വാക്കുകൾ കൊണ്ടാ, തൻ്റെ ശബ്ദം കൊണ്ടാ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, ഈ ശബ്ദം എൻ്റെ ദൈവം ഉച്ചരിക്കുമ്പോൾ താൻ സാഹചര്യം നോക്കാറില്ല. ചെകിടനോട് കൽപ്പിച്ചവനാ ദൈവം. മനസ്സിലാകുന്നില്ലല്ലേ? കേൾക്കാൻ വയ്യാത്ത ചെകിടനോട് എഫത്താ എന്ന് ഉറമസിയാരാ, കേൾക്കാൻ വയ്യാത്ത ചെവിയുള്ളവനോട് കൽപ്പിക്കുന്നവനോ ദൈവം. പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് ആത്മനിറവ്, അറിവ് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കാറ്റിനോട് സംസാരിക്കുന്നവരാകരുത്. പക്ഷെ യേശുവിൻ്റെ പ്രത്യേകത, ആവശ്യം വന്നാൽ കാറ്റ് അടങ്ങ്. ഹല്ലേലൂയ. കാറ്റ് കേട്ടേ പറ്റൂ. കാറ്റിൽ ചെവിയുണ്ടോ? അത് അന്വേഷിക്കുന്നത് എൻ്റെ കടമയല്ല, സൃഷ്ടിച്ചവൻ അറിയാം. ഹല്ലേലൂയ. അവൻ സാഹചര്യം നോക്കുന്നവനല്ല. സാഹചര്യം നോക്കാതെ സംസാരിച്ചതിനാൽ കഴിഞ്ഞ ആഴ്ചയിലും തൊട്ടു വിധവ മക്കളുടെ അമ്മയായി. മച്ചിയായവൾ മക്കളുടെ അമ്മയായി. പ്രൈസ് ദി ലോർഡ്. തന്റെ പുത്രോത്പാദനത്തിന്റെ ശക്തി ശേഷിച്ചവൻ ലോകത്തിൽ വളരുവാൻ തുടങ്ങി, തലമുറകളെ പെരുക്കുവാൻ തുടങ്ങി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, കൽപ്പിക്കേണ്ടവന്റെ കൽപ്പന കാതുകളിൽ ഏറ്റെടുക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരെഴുന്നേറ്റു. ഗിദെയോനെ നിയമിച്ചതവൻ ചെയ്തു. ദർശനം കൈമാറി. ദർശനത്തിന് ശത്രുക്കൾ വളരെയുണ്ട്. ഞാൻ ഇന്നങ്ങോട്ട് പോകുന്നില്ല. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദർശനത്തിൻ്റെ വളർച്ച എന്ന് നമുക്ക് ഇന്നത്തെ ഈ മെസ്സേജിനൊരു പേര് കൊടുക്കാം. ദർശനത്തിൻ്റെ വളർച്ച. ദർശനം ദൈവം ഒരുവന് തന്നാൽ അത് പൂർണ്ണമായി പ്രകാശിക്കേണ്ടതിന് ദർശനത്തിന് വേണ്ടി ജീവിക്കുന്നോ എന്ന് തമ്പുരാൻ നോക്കും. ഇന്ന് പകൽ ദർശനത്തിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറുള്ളവരെ അവരോടൊരു കൽപ്പന ഉണ്ടായിരിക്കും, അവരോടൊരു വാഗ്ദത്തം ഉണ്ടായിരിക്കും. ഒരു കൽപ്പന ഉണ്ടെങ്കിൽ കൽപ്പനയ്ക്ക് ചേർന്ന വാഗ്ദത്തമുണ്ട്. മരുഭൂമിയിലൂടെ ജനത്തെ കൊണ്ടുപോയെന്ന് മോശയോട് പറഞ്ഞെങ്കിൽ മരുഭൂമിയിൽ മന്ന ഉണ്ട്, മരുഭൂമിയിൽ വെള്ളമുണ്ട്, മരുഭൂമിയിൽ തണലുണ്ട്, മരുഭൂമിയിൽ ദൈവ സാന്നിധ്യമുണ്ട്. കൽപ്പനയ്ക്കൊത്ത പ്രൊവിഷൻ, കൽപ്പനയ്ക്കൊത്ത ദൈവത്തിന്റെ കയ്യിലുണ്ട്. ഇത് ഒരുമിച്ച് ഇങ്ങോട്ട് കൈമാറാൻ ദൈവം ആഗ്രഹിക്കുക. എല്ലാ കണ്ണുകളും ദയവായി ഒന്ന് അടയ്ക്കാമോ? ഇന്ന് പകൽ കൽപ്പനയ്ക്കൊത്തവണ്ണം ജീവിക്കുവാൻ, ദർശനത്തിനൊത്തവണ്ണം ജീവിക്കുവാൻ, ദൈവിക വിളിക്കൊത്തവണ്ണം ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. വിവിധ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ഇതിനകത്തിരിക്കുന്നവരുടെ മേൽ പകരുന്ന അത്രയും ആത്മശക്തി നിങ്ങളുടെ അടുക്കൽ എത്തുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡ്രൈവിംഗ് ഡിസ്റ്റൻസിലാണെങ്കിൽ, റീച്ചബിൾ ഡിസ്റ്റൻസിലാണെങ്കിൽ ചർച്ചിലേക്ക് കയറ്. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കാര്യം റേഡിയേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ആത്മസാന്നിധ്യം ഇതിനകത്തുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് തിരിച്ചറിയുന്നവർ മാത്രം ഉയർന്ന ശബ്ദത്തിൽ ഒരു ഹല്ലേലൂയ പറയുമോ? ഹല്ലേലൂയ. ഞങ്ങളിത് തിരിച്ചറിയുന്ന ഒരു സാന്നിധ്യമുണ്ട്. അലസരായി ഭവനങ്ങളിൽ കഴിയാതെ ഏറ്റവും അടുത്തുള്ള ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവസഭകളിലേക്ക് ഡ്രൈവ് ചെയ്യൂ, കയറി ചെല്ലൂ. ഈ പരിസരങ്ങളിൽ ഉള്ളവർക്ക് ഓടി വരാം. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവക്രിയ നടക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും വീണ്ടും അടയട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്നുകൂടെ ഏൽപ്പിക്കാം. കർത്താവേ, ഇന്ന് പകൽ അങ്ങയോടുകൂടെ ഇരിപ്പാനും പ്രസംഗിപ്പാനും അയപ്പാനും അങ്ങ് ഞങ്ങളെ അരികിൽ വിളിച്ചു വന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ദർശനങ്ങൾക്കായി സ്തോത്രം, ഞങ്ങൾക്ക് ലഭിക്കുന്ന നിയമനങ്ങൾക്കായി സ്തോത്രം, ഞങ്ങൾക്ക് ലഭിക്കുന്ന കൽപ്പനകൾക്കായി സ്തോത്രം. അതിന് തക്കവണ്ണം ജീവിക്കുവാൻ അടിയങ്ങളെ ഏൽപ്പിക്കുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളോട് പാർത്തതുപോലെ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളോട് പാർക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ലോകത്തിന്റെ മോഹങ്ങൾ നഷ്ടമാകും, ലോകത്തിന്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. കർത്താവേ, കണ്ടതും കേട്ടതും ഒന്നുമല്ല ഞങ്ങളുടെ കൂട്ടാളികൾ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ജനമാണ്. ഇന്ന് പകൽ അതൊന്ന് ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വളരുന്ന ദർശനത്തിൽ അതിനുവേണ്ടി ജീവിക്കേണ്ടതിന്, ജീവിച്ചതിനെ വളർത്തേണ്ടതിന് തമ്പുരാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഇടയിലുള്ള രോഗികൾ, ഇവരുടെ ഇടയിൽ ഭാരമനുഭവിക്കുന്നവർ, ഞങ്ങളിലുള്ള ബലഹീനർ ഇന്ന് പകൽ ബലപ്പെടേണ്ടതിന്, ഹല്ലേലൂയ, ഈ വചനം കടന്നു ചെല്ലുന്ന ഇടത്ത് ദൈവിക വിടുതൽ വ്യാപരിക്കേണ്ടതിന്, ഹോസ്പിറ്റലുകളിൽ രോഗികൾ സൗഖ്യമാകുവാൻ, ഹല്ലേലൂയ, ആശുപത്രികളിൽ ചിലത് വിടുവിക്കപ്പെടുവാൻ, ഹല്ലേലൂയ, ഭവനങ്ങളിൽ ചിലതൂടെ പണിയപ്പെടുവാൻ ഇന്ന് പകൽ ദൈവശക്തി അവിടെയൊക്കെ കടന്നു ചെല്ലട്ടെ. ഞാൻ എൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞവനെ, അവിടുത്തെ വചനത്തിന്റെ ബലം ഇന്ന് ചിലതിൻ്റെ മേൽ ഇറങ്ങി വരട്ടെ. ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ഞങ്ങളോട് ബന്ധപ്പെട്ട് വെളിയിൽ ഉള്ളവരെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരനുഗ്രഹം ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ ബാല്യക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ, ബാല്യക്കാരികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, യുവതയുവാക്കന്മാർ വാഴ്ത്തപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, യുവതലമുറ ഉയർന്നു വരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവഭയത്തിൽ ദൈവാനുരൂപരായി വളരട്ടെ. സ്വഭാവ രൂപീകരണം അവരുടെ ജീവിതത്തിൽ നന്നായിരിക്കട്ടെ.
ഭൗതികത്തിലും ആത്മീയത്തിലും പണിയുവാൻ കഴിയുന്ന നിത്യദൈവമേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ച് വീണ്ടും ഇവരെ അനുഗ്രഹിക്കുന്നു. ഇന്നവർ വന്നതുപോലെയല്ല, ഈ അനുഗ്രഹം ശിരസാവാഹിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. മാത്രമല്ല, അവരെ ചുറ്റി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്നവരോടുകൂടെ ഉള്ളതിനാൽ ശത്രുപാളയങ്ങൾ പൊളിയും, ശത്രുപാളയങ്ങൾ പൊളിയും. ഈ ബലത്തോടെ ഇവർ പോകയാ, അങ്ങയച്ച ബലത്തോടെ ഇവർ പോകയാ, ശത്രുപാളയങ്ങൾ പൊളിയും, ശത്രുവിന്റെ കൂടാരങ്ങൾ വീഴും. ഹല്ലേലൂയ! മണൽത്തരികളെ ഇടിച്ചു മാറുവാനല്ല, ഈ അവത്തപ്പം കൂടാരത്തിന്റെ തൂണിടിക്കുവാൻ അങ്ങവരെ അയച്ചതിനായി സ്തോത്രം. അങ്ങ് അയച്ചെങ്കിൽ, അവരത് ചെയ്തെങ്കിൽ, ഇന്ന് ഞങ്ങളതിന്റെ അനന്തര അവകാശികളാ, ഞങ്ങളത് ചെയ്തിരിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ